മുന്നത്തെ 2 ക്ലാസ് കേട്ടിരുന്നോ? ആദ്യത്തെ ഒരു ക്ലാസ് കേട്ടായിരുന്നു, പിന്നെ റെക്കോർഡ് സെക്ഷൻ ആകട്ടെ. നിങ്ങൾക്ക് അതിൽ എന്തായാലും ഈ റെക്കോർഡ് സെക്ഷൻസ് കേട്ടാൽ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഉറപ്പാണത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് എൻ്റെ പേഴ്സണൽ നമ്പർ ഗ്രൂപ്പിലുണ്ട്, അപ്പോൾ അതിലും ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ജസ്റ്റിൻ സാറൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ അല്ലേ? ഓക്കെ. എന്തായാലും സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ. ഓക്കെ, ഇപ്പം എന്നാൽ ഫസ്റ്റ് ടോപ്പിക് ഇതാ വരുന്നത്, മാർക്കറ്റ് അനാലിസിസ്. നമ്മൾ ഇത്ര ദിവസം മാർക്കറ്റിൻ്റെ ഫോറക്സ് എന്താ ബേസിക്സ് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. നമുക്ക് എല്ലാവരും ആവശ്യം അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുള്ള ആവശ്യം ട്രേഡ് എടുക്കുക അല്ലേ, ഒരു ഫോറക്സിൽ ട്രേഡ് എടുക്കുക അല്ലേ. ഫോറക്സ് പേഴ്സ് ആവട്ടെ, അതൊരു ട്രേഡ് എടുക്കുക എന്നാണ് എല്ലാവരും ലക്ഷ്യം അല്ലേ. അപ്പോൾ അതിന് നമ്മുടെ മുന്നത്തെ 2 ദിവസത്തെ ക്ലാസ് പറയുമ്പോൾ ഒരു അവയർനെസ് ക്ലാസ് പോലെയാണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ബ്രീഫ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇനി ഇപ്പോൾ ഒരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ഒരു മുറ എന്ന് പറയും, യുദ്ധത്തിന് ഒരു തന്ത്രങ്ങൾ എന്ന് പറയില്ലേ, അത് ഫുള്ളി ഇനി അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചാർട്ട് അനാലിസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റ് അനാലിസിസ് ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ ഇനി നമുക്ക് മാർക്കറ്റ് പറയുമ്പോൾ ചാർട്ട് അല്ലേ, ചാർട്ടിന് 2 രീതിക്കും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും, അപ്രോച്ച് ചെയ്യാൻ പറ്റും, അനാലിസ് ചെയ്യാൻ പറ്റും അതിന്. അത് ഒന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസ് പറയും, രണ്ടാമതൊന്നും ടെക്നിക്കൽ അനാലിസിസ് ആണ് ഇതിൽ. ക്ലിയർ ആണോ? അപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഫണ്ടമെന്റൽസ് എന്താണ്, ടെക്നിക്കൽ എന്താണെന്ന് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? മനസ്സിലായി, ഡൗട്ടിന് ചോദിച്ചോ. അപ്പം അങ്ങനെ ക്ലിയർ ചെയ്ത് പോലെ നമുക്ക് ഫണ്ടമെന്റൽസ്. ഇപ്പോൾ ഫണ്ടമെന്റൽ എന്താണെന്ന് ഡൗട്ട് ഉള്ളത് അല്ലേ. അപ്പോൾ ഫണ്ടമെന്റൽസ് പറയുമ്പോൾ ഇതാണ്, നമുക്ക് പ്യുവർലി ഫോറക്സ് മാർക്കറ്റ് അറിയാം, ഒരു ഓൾ ഓവർ എല്ലാ മാർക്കറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫോറക്സ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് അല്ലേ. ഏത് കൺട്രിയിൽ ഒരു ന്യൂസ് സംഭവിച്ചോ, മേജർ കൺട്രീസിൽ കേട്ടോ, ഒരു ന്യൂസ് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് സംഭവിച്ചോ, അതൊക്കെ നമ്മുടെ ഫോറക്സ് മാർക്കറ്റിനെ ബാധിക്കും. കഴിഞ്ഞ ദിവസം തന്നെ വാർ സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ എല്ലാ US മേജർ പേഴ്സായ എല്ലാ പേഴ്സും അപ്പ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്ത്, ചിലത് ഗ്യാപ്പ് അപ്പിൽ, ചിലത് ഗ്യാപ്പ് ഡൗൺസിൽ, ഗോൾഡൻ ഗ്യാപ്പ് അപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ജസ്റ്റ് അതിൻ്റെ ചാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു വെറുതെ. ഗോൾഡിന് ചാർട്ട് കാണാണ്ടോ? ഗോൾഡിന്റെ ചാർട്ട് കാണാണ്ടോ ഇതില്? ഇല്ലേ, കണ്ടോ ഈ ഏരിയ കണ്ടോ ഇതില്, ഈ ഏരിയ ഒക്കെ കണ്ടോ. ഫ്രൈഡേ ക്ലോസ് ആയ മാർക്കറ്റ് ഇവിടെയാണ്, ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ആയ ഇതിലാണ്, മൺഡേ ഓപ്പൺ ചെയ്ത് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇത്രയും ഗ്യാപ്പ് അപ്പാണ്, ഓൾമോസ്റ്റ് എത്ര പോയിന്റ്സ് കണ്ടോ. ഇവിടെ ക്ലോസ് ചെയ്ത മാർക്കറ്റ് പിന്നെ ഓപ്പൺ ചെയ്ത് ഇവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 1.25% അപ്പ് സൈഡിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഗോൾഡ് മാത്രമല്ല, അടുത്ത് ബിറ്റ് കോയിൻ നോർമലല്ല, ബിറ്റ് കോയിൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അടുത്തത് വരുന്നത് ഇതാ EUR/USD മേജർ ആണോ, ക്രോസ് ആണോ, എക്സോട്ടിക് ആണോ പെയർ? മേജർ അല്ലേ. മേജർ പെയർ കണ്ടോ, കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്, പക്ഷെ മൺഡേ ഓപ്പൺ ചെയ്ത് കണ്ടോ, ഇതിൽ ഓപ്പൺ ചെയ്തിട്ട് അത്രയും ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പ്യുവർലി ന്യൂസിൻ്റെ എഫക്റ്റ് ആണ്, വാറിൻ്റെ എഫക്റ്റ് ആണ് ഇതെല്ലാം. ഓക്കെ അല്ലേ? യെസ്. ഇത് കണ്ടോ, ഇത് നമുക്ക് GBP/USD കണ്ടോ, ഇതും ഗ്യാപ്പ് അപ്പിലാണ്, ഗ്യാപ്പ് ഡൗണിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എന്താ ഇത് കണ്ടോ, ഇത്രയും വലിയ ഗ്യാപ്പ് അപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഗ്യാപ്പ് ഡൗണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് എല്ലാ ഫോറക്സ് പേഴ്സും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, വെച്ചാൽ പ്യുവർലി ന്യൂസ് ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽസ് പറയുമ്പോൾ ഇതാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതിൽ മൺഡേ ഇതിൽ ഈ പിക്ചർ കാണാണ്ടോ, ഇതിൽ PPTയുടെ അല്ല, മൺഡേ March 2, March 3, March 4 എന്നൊക്കെ കണ്ടോ ഇതിൽ.
അത് സ്മോൾ ആയതുകൊണ്ട് അത്ര വിസിബിൾ അല്ല. അല്ല ഓക്കെ ഡൺ. ഇപ്പോഴൊക്കെ എന്താ അവസ്ഥ? ഇപ്പൊ ഓക്കെയാണ് അല്ലേ? അപ്പോൾ ഇത് സൂചിപ്പിച്ച് ഇത്രേ ഉള്ളൂ. ഇത് എല്ലാ ദിവസത്തിലും ന്യൂസ് ഉണ്ട്. ഇത് ഇന്നത്തെ ന്യൂസാണ്. ഇത് കണ്ടോ, ഈ ഫസ്റ്റ് കണ്ടോ, March 2 കണ്ടോ, ഇത് ഇന്നത്തെ ന്യൂസാണ്. നിങ്ങളിപ്പോൾ ആരെങ്കിലും ട്രേഡിംഗ് വ്യൂ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ചാർട്ട് ആരും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ വെറുതെ ഗോൾഡിൻ്റെ ചാർട്ട് എടുത്ത് നോക്കി അറിയാൻ പറ്റും. വലിയ മൊമെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ കണ്ടോ, USD റിലേറ്റഡ് ന്യൂസാണ് വന്നിരിക്കുന്നത്. വൈകുന്നേരം 7:30 PM ന്യൂസ് ഉണ്ടായിരുന്നു. ഇത് അവിടുത്തെ പ്രസിഡന്റിന്റെ ഒരു സ്പീച്ചാണ് യൂറോന്റെ. അതുപോലെ CAD കനേഡിയൻ ഡോളറിൽ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു, ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ USD റിലേറ്റഡ് ആയിട്ടുള്ള 2 ന്യൂസ് ഉണ്ട്. 8:30 2 ന്യൂസ് ഉണ്ടായിരുന്നു. ആ രണ്ടും പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ഗോൾഡ് അപ്സൈഡ് കയറി, ന്യൂസ് പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ ഡോളർ അപ്സൈഡും കയറും, ഗോൾഡ് ഡൗൺ സൈഡും വരും. ഡോളറിന് അഗെയിൻസ്റ്റ് ആണ് എപ്പോഴും ഗോൾഡ് മൂവ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇത് രണ്ടും കൊണ്ട ഇത് USD. അതുപോലെ നമ്മൾ മേജർ പെയറിലാവട്ടെ ഏത് പെയറിലാവട്ടെ ട്രേഡ് ചെയ്യുന്നത് അന്നത്തെ ദിവസം നമ്മൾ ചിലപ്പോൾ നമുക്ക് ചാർട്ടിൽ ട്രേഡ് എടുക്കാനുള്ള എല്ലാ കണ്ടീഷൻസും ഓക്കെ ഉണ്ടാവും. എന്നാൽ പോലും നമ്മൾ പോയിട്ട് ഒരു ന്യൂസ് ബേസ് നോക്കണം. പക്ഷെ ഇന്ന് എന്തെങ്കിലും ഒരു മേജർ ന്യൂസ് വരാനുണ്ടോ, അല്ലെങ്കിൽ ഇന്ന് എത്രമാത്രം ന്യൂസ് ഉണ്ട്. അതുപോലെ USD റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ന്യൂസുകളെല്ലാം മാർക്കറ്റിനെ പെട്ടെന്ന് നല്ല രീതിക്ക് ഒരു അപ്സ് ആൻഡ് ഡൗൺസ് മൂവ്മെൻറ്റ് തരാൻ ചാൻസ് ഹൈയാണ്. അപ്പോൾ ആ ഒരു കേസിലൊക്കെ നമ്മൾ പരമാവധി ട്രേഡ് ചെയ്യാതിരിക്കുക. ഏറ്റവും ബെസ്റ്റ് ട്രേഡ് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ ട്രേഡ് സെറ്റപ്പ് ഓക്കെ ആയിരിക്കും, പക്ഷേ എന്തെങ്കിലും മേജറായിട്ടുള്ള ന്യൂസ് റിലീസ് ചെയ്യാൻ നിൽക്കുന്ന സമയമാണെങ്കിൽ ആ സമയത്ത് ട്രേഡ് ചെയ്യാതിരിക്കുക. കാരണം പെട്ടെന്നുള്ള മൊമെൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ മാർക്കറ്റ് അപ്സൈഡ് മൂവ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആരെങ്കിലും ഒരാൾ ചാർട്ട് എല്ലാം വരച്ച് ഡ്രോ ചെയ്ത് അപ്സൈഡ് ട്രേഡ് എടുത്തിട്ടുണ്ടാവും, പക്ഷേ അപ്സൈഡിന് കയറിയിട്ടുണ്ടാവും. പക്ഷേ മാർക്കറ്റ് ന്യൂസിൻ്റെ ഫ്ലക്ച്വേഷനിൽ പെട്ടെന്ന് മാർക്കറ്റ് താഴത്തേക്ക് വരും, എന്നിട്ടായിരിക്കും മാർക്കറ്റ് അപ്സൈഡ് മൂവ് ചെയ്യുക. അപ്പോൾ ഡൗൺ സൈഡ് വരുമ്പോൾ സംഭവിക്കും, അപ്പോൾ ചെറിയ എമൗണ്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ, ഒരു $100 $50 ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ അക്കൗണ്ട് വാഷ് ഔട്ട് ആയി പോയിട്ടുണ്ടാവും. അതാണ് ഫോറക്സിൽ മെയിൻലി അതാണ് എല്ലാവർക്കും സംഭവിക്കാറ്. ക്ലിയർ അല്ലേ? അല്ലേ, ഞാൻ ഓരോ ടോപ്പിക് പറയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഉണ്ട് മാത്രം, ക്ലിയർ അല്ലെങ്കിൽ എടുത്ത് ചോദിക്കണം കേട്ടോ. എന്താ പറയുക, നിങ്ങളും പല രാജ്യത്തിരുന്ന് ക്ലാസ് അറ്റൻഡ് ആൾക്കാരാ, വെറുതായിട്ടില്ല പറയണം. കേൾക്കാല്ലേ സാറേ? ഓക്കെ. ഹലോ സാറേ, മനസ്സിലായില്ല? സാറിന്റെ വോയിസ് ക്ലിയർ അല്ല തോന്നുന്നു. ഹലോ, പറയൂ. ക്ലിയർ ആയിട്ടില്ല, എന്താ പറഞ്ഞത്? ഇല്ല, ഓക്കെ. ഇത്രേ ഉള്ളൂ. നമ്മളൊരു ട്രേഡ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ ചാർട്ട് എല്ലാം അനാലിസിസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മേജർ പെയർ എക്സാമ്പിൾ EURUSD എടുക്കുക. ഇന്ന് വൈകുന്നേരം ഒരു 7 മണിക്ക് ബ്രോ ട്രേഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ ഒരു ചാർട്ട് അനാലിസിസ് ചെയ്ത് ട്രേഡ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. 7:30 അല്ലെങ്കിൽ 7 മണിക്ക് എല്ലാം ട്രേഡിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ബെസ്റ്റ് ട്രേഡ് ആയിരിക്കും അത്. പക്ഷേ 7 മണിക്ക് അല്ലെങ്കിൽ 7:30 ട്രേഡ് എടുക്കുമ്പോൾ ഇന്നത്തെ ദിവസം കണ്ടോ 8 മണി ഉണ്ടോ, ഇന്ത്യൻ സമയം 8 മണി അല്ലെങ്കിൽ 8:30 അല്ലേ, ഈ 2 സമയത്ത് മേജർ ന്യൂസ് റിലീസ് ചെയ്യാണ്ട് അല്ലേ. നമ്മുടെ മേജർ പെയർ ആണ്, മേജർ കറൻസിയാണ് USD അല്ലേ. ന്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സദാ വാർത്ത തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ ന്യൂസ് ആയിട്ട് കമ്പയർ ചെയ്തൊരിക്കലും ഫോറക്സിന് അങ്ങനെയല്ല. ഫോറക്സ് വലിയ മൊമെന്റ്സ് മാർക്കറ്റിൽ സംഭവിക്കുക. നമുക്ക് സിംഗിൾ ഒരു 5 മിനിറ്റ്സ് 50 മിനിറ്റ്സിലൊക്കെയാണ് വലിയൊരു $500 $400 മൂവ്മെന്റ്സ് ഉണ്ടാവും മാർക്കറ്റിൽ. ഈ മേജർ ന്യൂസിന്റെ ഒരു എക്സാമ്പിൾ ഈ വാറിന്റെ എല്ലാം പോലത്തെ ന്യൂസാ. യെസ്, അതെ. അതിപ്പം വാറ് പറയുമ്പോൾ കുറച്ചുകൂടി വലിയ ന്യൂസ് ആയി പോയി. അതല്ല, ഇതിപ്പോൾ എന്തെങ്കിലും ന്യൂസ് ഉണ്ടായാൽ മതി, മാർക്കറ്റിൽ എന്തെങ്കിലും ന്യൂസ് ഉണ്ടായാൽ മതി. പ്രത്യേകിച്ച് ട്രംപിന്റെ ഒക്കെ എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ തന്നെ അന്നത്തെ ദിവസം മാർക്കറ്റ് മൂവ്മെന്റ് ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഒരു വലിയ മൊമെന്റ്സ്. മാർക്കറ്റിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ടാവില്ല, മാർക്കറ്റിനെ കുറിച്ചല്ല. അപ്പോൾ അവിടുത്തെ എന്തെങ്കിലും തൊഴിലില്ലായ്മയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ടാക്സ് റേറ്റോ ഇൻട്രസ്റ്റ് എന്തെങ്കിലും ആ രാജ്യത്തെ എന്തെങ്കിലും എഫക്റ്റ് ചെയ്യും. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എന്തെങ്കിലും ഇപ്പോൾ ടാക്സ് കൂട്ടുക എന്തെങ്കിലും വന്ന് നമ്മുടെ നാട്ടിൽ ഒരു പ്രതിസന്ധി വരാറില്ലേ, ഒരു ചർച്ച വരാറില്ലേ, അതുപോലെ വരും. അതുപോലെ അതന്നെ അവരുടെ ഉദ്ദേശം അത്ര തന്നെ ഉള്ളൂ. എന്തെങ്കിലും ഒരു ചർച്ച ഒരു ന്യൂസ് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിന് ഏത് സൈഡാണ് മാർക്കറ്റിന് അവർക്ക് മൂവ് ചെയ്യിക്കേണ്ടത് അതിന് എഗെയിൻസ്റ്റ് അവർ മൂവ് ചെയ്യിക്കും. കാരണം എന്തിനാ, നമ്മളെപ്പോലത്തെ ആൾക്കാരെ SL അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടായിരിക്കും അവരുദ്ദേശിച്ച രീതിക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടാവുക. അത് ICT കോൺസെപ്റ്റ് അണ്ടറിലാണ് വരിക. എന്ന് വെച്ചാൽ അത് അവർ മാർക്കറ്റ് ഏത് ഡയറക്ഷനാണോ മൂവ് ചെയ്യുന്നത് അതിന് മുന്നേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ വലിയ വലിയ പ്ലേയേഴ്സ് അതിന് എഗെയിൻസ്റ്റ് മാർക്കറ്റ് മൂവ് ചെയ്യും. കാരണം നമ്മളെപ്പോലത്തെ ആൾക്കാരെ സ്റ്റോപ്പ് ലോസ് ഇറ്റിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് അവരുടെ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുക മാർക്കറ്റ്. അതാണ് പറയുന്നത് ന്യൂസ് സമയത്ത് പരമാവധി ട്രേഡ് എടുക്കാതിരിക്കുക. പല ഫണ്ട് അക്കൗണ്ട്സും ന്യൂസ് സമയത്ത് ട്രേഡ് എടുക്കാൻ സമ്മതിക്കില്ല, അലൗഡ് അല്ല.
ഒരു ന്യൂസ് ഇപ്പോൾ ഒരു 8:30 ന്യൂസ് റിലീസ് ആവുന്നുണ്ടെങ്കിൽ 8 o'clock തന്നെ അത് ട്രേഡ് നിർത്തിക്കൊള്ളാം എന്ന്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത് 8:30 അല്ലെങ്കിൽ 8 o'clock എന്നൊക്കെ. ഫോറക്സിൽ 24 hours ന്യൂസ് ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ ഇത് കണ്ടോ, ഈ ഓറഞ്ചും റെഡും ആണ് അത്യാവശ്യം മേജറായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ന്യൂസ് ഉള്ളൂ. ഇതിൽ വേറെയും 2 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിലെ 2 ന്യൂസുകളുണ്ട്. ഒരു ഈ ഓറഞ്ച് റെഡുള്ളത് വൈറ്റും യെല്ലോ ആയിട്ട് മാറും. അത് അത്ര മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാറില്ല, അത്ര മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാറില്ല. ആ ഈ ന്യൂസുകൾ ഇപ്പൊ നമുക്കൊരു മെയിൽ വരുന്നോ അല്ലെങ്കിൽ ഫോൾഡർ വൈസ് ആയിട്ട് ന്യൂസ് വരുന്നത്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വരുന്ന ന്യൂസുകളാണ് നമുക്ക് ഇങ്ങനെ ഇൻഡിക്കേഷൻസ് കിട്ടുമോ ഇങ്ങനെ ന്യൂസുകൾ വരുന്നുണ്ടെന്നുള്ളത്? അതാണ് ഫണ്ടമെന്റൽ അനാലിസിസ് പറയുമ്പോൾ ഫോറക്സിൽ ഫോറക്സ് ഫാക്ടറി പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, ഫോറക്സ് ഫാക്ടറി. അതിലുണ്ടാവും ഈ മാസം അല്ലെങ്കിൽ വരും അപ്കമിങ് ന്യൂസുകൾ ഏതൊക്കെയാണ്, അത് ഫുള്ളായി കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അത് പോസിറ്റീവാവും നെഗറ്റീവാവും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വേറെ സൈറ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതിന് നോക്കിയാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും ചാർട്ട് അനാലിസിസ് ഈ സൈറ്റ് ഇത് എവിടെ നിന്ന് നമുക്ക് കിട്ടും? ഈ സൈറ്റ് എവിടെ നിന്ന് കിട്ടും? നമുക്ക് ഗൂഗിളിൽ അലൗഡ് ആണ്, ഇത് അവൈലബിൾ ആണ്. ഫോറക്സ് ഫാക്ടറി എന്ന് പറയുന്നത്. ഫോറക്സ് ഫാക്ടറി ക്ലാസിന്റെ ലാസ്റ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പോയത്. നമ്മൾ ലാസ്റ്റ് ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനുള്ള ഓക്കെ നിർത്തുള്ളൂ അല്ലേ. അപ്പോൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ചാർട്ട് അനാലിസിസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കും ഇപ്പോൾ ട്രേഡ് എടുക്കാൻ പറ്റുമോ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ ഈ ഫോറക്സ് ഫാക്ടറി പോയിട്ട് ഇന്ന് വല്ല ന്യൂസ് റിലീസ് ആവാനുണ്ടോ അതും കൂടി ചെക്ക് ചെയ്ത് എടുക്കാനും ബെറ്റർ എന്ന് പറയും. അപ്പോൾ അത് കംപ്ലീറ്റ് ആവും. ഉറപ്പായിട്ടും പറഞ്ഞു തരാം. കാരണം ഇത് നിങ്ങൾ പറഞ്ഞു തരാതെ നിങ്ങൾ ചാർട്ട് അനാലിസിസ് എത്ര പക്കയായിട്ടും കാര്യമില്ല. ഇത് പറഞ്ഞില്ല നെഗറ്റീവ് ഉണ്ടാവില്ല. മനസ്സിലായില്ല? ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മളെ കൊണ്ട് ട്രേഡ് എടുപ്പിക്കൂലെന്നല്ല, ഇത് തിയറി ക്ലാസ് ഫുള്ള് കഴിഞ്ഞിട്ട് എന്താ നമുക്കിത് 1 hour നമ്മൾ ലൈവ് ട്രേഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് പ്രശ്നം അറിയാം, നമുക്ക് ഈ ഒരുമിച്ചിരിക്കുമ്പോഴും രാത്രി ഒന്നും ട്രേഡ്സ് അത് കിട്ടാറില്ല, നല്ല ട്രേഡ്സ് കിട്ടാറില്ല. ഗോൾഡ് പിന്നെ മെയിൻലി പറയുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ഒരു ബിഗിനർ എന്ന രീതിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 1 lot തന്നെ ട്രേഡ് ചെയ്യുമ്പോൾ നല്ല വലിയ SL വരാൻ ചാൻസ് ഉണ്ട്. ഒരു $20-25 SL വരും. അപ്പോൾ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ട്രേഡ്സ് ഷെയർ ചെയ്യും, ഞാൻ എടുക്കുന്ന ട്രേഡ്സ്, അതുപോലെ നമ്മൾ സ്റ്റുഡൻസ് ഷെയർ ചെയ്യുന്ന ട്രേഡ്സ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലിടത്. അപ്പോൾ നിങ്ങൾക്ക് അത് എടുത്ത് ട്രേഡ് ചെയ്യാം. അതുപോലെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് ചാർട്ട് നമുക്ക് ഒരുമിച്ച് അനാലിസും കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് ഇപ്പോൾ ഇതേ ക്ലാസ് സമയത്ത് തന്നെ ക്ലാസ് കഴിഞ്ഞാൽ ചാർട്ട് അനാലിസിസ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും ഒരു ലൈവായിട്ട് ഒരുമിച്ച് ഇരുന്ന് ചാർട്ട് അനാലിസ് ചെയ്ത ഡൗട്ട് തീരൂല, ഷുവറാണത് അല്ലേ? ആ അതുപോലെ തന്നെ നിങ്ങളും എഫേർട്ട് ഇടണം. നിങ്ങളിപ്പോൾ വർക്കാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങളൊരു ഡെയിലി ഒരു ക്ലാസ് ചാർട്ട് അനാലിസിസ് കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ച് വർക്ക് വരും. അതൊരു 5 ചാർട്ടിൽ നോക്കിയിട്ട് 5 നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ, ഒരു 4-5 നോക്കിയിട്ട് ഒന്ന് അയച്ചു തന്നാൽ, അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ ചാർട്ടിന് സ്പെൻഡ് ചെയ്യുക. എന്തായാലും ക്ലാസ് 1 month 2 months ഉള്ളൂ, അത് 3 days ക്ലാസ് വരുന്നുള്ളൂ. അതൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും സാധനം. ഈ എങ്ങനെ അനാലിസിസ് ചെയ്യാന്ന് ചാർട്ട് അനാലിസിസ് ഇപ്പോൾ അതിന്ന് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് ക്യാൻഡിൽസും അതുപോലെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താ പറഞ്ഞിട്ട് ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒരു ഹോം വർക്ക് പോലെ അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് പോലെ അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്തേക്ക് അയച്ചു തരിക, അല്ലെങ്കിൽ ഗ്രൂപ്പിലിടുക, അല്ലെങ്കിൽ പേഴ്സണൽ അയക്കുക, എന്തെങ്കിലും ചെയ്താൽ മതി ഒന്ന്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഫണ്ടമെന്റൽസ് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. മാർക്കറ്റിൻ്റെ ന്യൂസുകൾ നോക്കുക. നമുക്ക് സ്ട്രക്ചർ നോക്കാതെ ഒന്ന് ഔട്ട്ലൈൻ ഒരു ഔട്ട്ലുക്ക് പറയുമ്പോൾ ന്യൂസ് ഓൾ ഓവർ മാർക്കറ്റിൻ്റെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ എന്തെങ്കിലും മേജർ ന്യൂസുകൾ ഉണ്ടെങ്കിൽ തന്നെ ട്രേഡ് എടുക്കാതിരിക്കുക. എത്ര നല്ല ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ പോലും ട്രേഡ് എടുക്കാതിരിക്കുക. അതാണ് ഒരു അനാലിസിസ്. എപ്പോഴും മാർക്കറ്റ് അനാലിസിസ് ഇപ്പോൾ 2 രീതിക്കാണ്. ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസ് പറയും, സെക്കൻഡ് വൺ ടെക്നിക്കൽ അനാലിസിസ് പറയും. ഈ ഫണ്ടമെന്റൽസ് ആണ് ഈ പറഞ്ഞ പോലെ തന്നെ ന്യൂസ് കാര്യങ്ങൾ നോക്കി ട്രേഡ് ചെയ്യൽ. ടെക്നിക്കൽ പറയുമ്പോൾ പ്യുവർലി ചാർട്ട് ബേസ്ഡ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് 3 ട്രെൻഡ് ഉണ്ട് ഒരു മാർക്കറ്റിന്. ഇപ്പോൾ നിങ്ങൾ ഏത് മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ് ആവട്ടെ, ഫോറക്സ് മാർക്കറ്റ്, ഏത് മാർക്കറ്റ് ആവട്ടെ, അതിന് 3 ട്രെൻഡ് ഉണ്ട്. ഒന്ന് അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് ബേസ് മാർക്കറ്റ്. സൈഡ് ബേസ് ട്രെൻഡ് അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എന്ന് വിളിക്കുക. ഏതൊക്കെയായിരുന്നു? അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് ബേസ് അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എന്ന് വിളിക്കുക. ഇതാണ് മാർക്കറ്റിന്, ഫോറക്സ് മാർക്കറ്റ് ആവട്ടെ, ഇന്ത്യൻ മാർക്കറ്റ് ആവട്ടെ, ഉള്ളൊരു 3 ട്രെൻഡ് ഉള്ളത്. ക്ലിയർ അല്ലേ? അല്ലെ? ഇതുവരെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടോ? ചോദിച്ചോ, ആർക്കും ചോദിക്കാം. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. 3 ട്രെൻഡാണുള്ളത്. ആ 3 ട്രെൻഡ് ഇതാ ഈ രീതിക്ക് വരുന്നത് കണ്ടോ. ഈ ബ്ലൂ ആണ് അപ്പ് ട്രെൻഡ്.
മുകളിലുണ്ട് ഈ സൈഡ്. ഇതാണ് ഇതിൻ്റെ ജസ്റ്റ് മിനിറ്റ്. ഇതാണ് അപ്പ് ട്രെൻഡ് വരുന്നത് അല്ലേ. ഇതാണ് സൈഡ് വൈസ് മാർക്കറ്റ് വരുന്നത്. ഇതാണ് ഡൗൺ ട്രെൻഡ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരാൾ എപ്പോഴും ഒരു ചോദിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ചോദിക്കില്ല അവർ എത്ര നമ്മുടെ ചിലവരുണ്ട് ജസ്റ്റ് കളിയാക്കുന്ന രീതിക്കായിരിക്കും, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടായിരിക്കും. മാർക്കറ്റ് ക്ലാസ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു അപ്പ് ട്രെൻഡ് മാർക്കറ്റ് കയറുമ്പോൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് അപ്പ് സൈഡ് കയറുമ്പോൾ എപ്പോഴും ഹയർ ഹൈസും ഹയർ ലോസും ആയിരിക്കും. മാർക്കറ്റ് അപ്പ് സൈഡ് കയറുമ്പോൾ അല്ലേ, നമ്മൾ സ്റ്റെയർ കയറുന്നത് കണ്ടിട്ടില്ലേ, ഹയർ ഹൈസും ഹയർ ലോസും, ഇത്രയേ ഉള്ളൂ. ഇതാണ് മാർക്കറ്റ് ട്രെൻഡ് വരുന്നത്. ഇങ്ങനെ എപ്പോഴും മാർക്കറ്റ് മൂവ് ചെയ്യുക, ഒരു വേവ്സ് പോലെ മൂവ് ചെയ്യുക, തിരമാല പോലെ മാർക്കറ്റ് മൂവ് ചെയ്യുക, അപ്സ് ആൻഡ് ഡൗൺസ് മൂവ് ചെയ്യുക, ഇങ്ങനെ മൂവ് ചെയ്യുക. ഒരിക്കലും മാർക്കറ്റ് ഇങ്ങനെ അപ്പ് സൈഡും കയറില്ല, ഇങ്ങനെ ഡൗൺ സൈഡും ഇറങ്ങൂല, ഒരിക്കലും ഒരു മാർക്കറ്റ് ഇറങ്ങൂല അങ്ങനെ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ മാർക്കറ്റ് കണ്ടോ, ഒരു അപ്പ് സൈഡ് മൂവ് ചെയ്യുന്നു, എഗെയിൻ ഡൗൺ വരുന്നു. ഡൗൺ വരുമ്പോൾ ഈ സ്റ്റാർട്ടിങ് പോയിന്റിനെ ഒരിക്കലും കട്ട് ചെയ്ത് മാർക്കറ്റ് താഴത്തേക്ക് ഇങ്ങനെ പോകില്ല. അപ്പ് ട്രെൻഡ് പോകുന്ന മാർക്കറ്റ് ആണെങ്കിൽ ഈ തുടങ്ങിയ ഏരിയനെ മാർക്കറ്റ് കട്ട് ചെയ്ത് താഴത്തേക്ക് ഒരിക്കലും പോകില്ല. പകരം ഇത് കണ്ടോ, ഇതൊരു പുതിയ ലോ ആയിരിക്കും. ഇതൊരു ലോ ആണ്, ഇതൊരു ഹൈ ആണ് അല്ലേ. താഴത്തേക്ക് വന്നപ്പോൾ ഉണ്ടോ, ഇതൊരു ഹയർ ലോ ആണ്. ഇതിന്റെ മുകളിൽ നിൽക്കുന്ന ലോ ആണ് ഈ കാണുന്നത് അല്ലേ. ഇതിന്റെ മുകളിൽ നിൽക്കുന്ന ലോ ആണ് ഇത് വരുന്നത്. അതുപോലെ വീണ്ടും അപ്പ് സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു ഉണ്ടോ, ഹയർ ഹൈസും ഹയർ ലോസും. അപ്പോൾ ഇതിന്റെ ക്ലാസ് നമുക്ക് ഇനി ഒരു 6ാമത്തെ ടോപ്പിക്കിലൊന്നും സ്ട്രക്ചറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. മാർക്കറ്റ് അപ്പ് സൈഡ് കയറുമ്പോൾ ഹയർ ഹൈസും, അതുപോലെ തന്നെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ഇറങ്ങുമ്പോൾ ലോവർ ലോസിലെ മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങുക. ഒന്നുകൂടി പറയാം, മാർക്കറ്റ് അപ്പ് സൈഡ് കയറുമ്പോൾ ഹയർ ഹൈസും ഹയർ ലോസും, പുതിയ ഹൈകൾ, അതുപോലെ പഴയ ലോനെ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് അപ്പ് സൈഡ് കയറുന്നു. ഡൗൺ സൈഡ് ഇറങ്ങുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. മാർക്കറ്റ് ലോവർ ലോസും ലോവർ ഹൈസും ആയിരിക്കും. കണ്ടോ, ഈ ലോയുടെ താഴെയാണ് ഈ ലോ വരുന്നത്, ഇതിന് താഴെയാണ് ഈ ലോ വരുന്നത്, ഇതിന് താഴെയാണ് ഈ ലോ വരുന്നത് അല്ലേ. അതുപോലെ ഈ ഹൈ ആണ്, ഇതാണ് ഹൈ വരുന്നത്. ഈ ഡൗൺ ട്രെൻഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഹൈ ഇതാണ്. ഈ ഹൈനെ ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഇതിനെ ഇതും ബ്രേക്ക് ചെയ്തിട്ടില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് അപ്പ് ട്രെൻഡും ഡൗൺ ട്രെൻഡും സ്ട്രക്ചർ വരുന്നത്. പിന്നെ ഉള്ളത് സൈഡ് വൈസ് മാർക്കറ്റാണ്. ഒരു ഷട്ടിൽ പോലെ ഒരു 10 പോയിന്റ് അങ്ങോട്ടും 10 പോയിന്റ് ഇങ്ങോട്ടും മാത്രം മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതിന് സൈഡ് വൈസ് മാർക്കറ്റ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ മാർക്കറ്റ് എന്ന് വിളിക്കും. സൈഡ് വൈസ് ഓർ കൺസോൾട്ടേഷൻ മാർക്കറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഒരിക്കലും ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ആ സൈഡ് വൈസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യില്ല. ട്രേഡ് ചെയ്യില്ല എന്ന് പറയപ്പെടുന്നത്, പക്ഷെ അതിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സൈഡ് വൈസ് മാർക്കറ്റിൽ പ്യുവർ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, അപ്പ് സൈഡ് ആണ് ഡൗൺ സൈഡ് ആണ് അറിയത്തില്ല. അതൊരു കൺസോൾട്ടേഷൻ ഫേസ് ആണ്. വെച്ചാൽ അടുത്ത ബയേഴ്സ് അല്ലെങ്കിൽ അടുത്തൊരു ആൾക്കാർ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇത് ഏത് സൈഡ് മൂവിൻ്റെ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കറക്റ്റ് ഒരു ഡയറക്ഷൻ കിട്ടില്ല, അതുകൊണ്ട് ട്രേഡ് ചെയ്യില്ല എന്ന് പറയപ്പെടുന്നത്. പക്ഷേ റീസെൻ്റ്ലി പുതിയ റിപ്പോർട്ടിലൊക്കെ സൈഡ് വൈസ് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യാൻ എളുപ്പമെന്ന് പറയുന്നത് വെച്ചാൽ ഷട്ടിൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതിലും ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ ഒരു ചാർട്ടിനെ ക്രാക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതാ ഒരു സ്റ്റോക്കിൻ്റെ മെയിൻ സംഭവമാണിത്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ക്ലിയർ അല്ലേ? സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താ മനസ്സിലായോ? ആർക്കെങ്കിലും അറിയാവോ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താന്ന്? ആർക്കെങ്കിലും ഒരു നോളജ് ഉണ്ടോ? സപ്പോർട്ട് എന്താ, റെസിസ്റ്റൻസ് എന്താണെന്നൊരു നോളജ് ഉണ്ടോ? പറഞ്ഞോ. റെസിസ്റ്റൻസും മുകളിലുള്ള സപ്പോർട്ടും അല്ല കേട്ടിട്ടുണ്ട്, കറക്റ്റ് ഓർമ്മയില്ല. കേട്ടിട്ടുണ്ടല്ലേ? ഓക്കെ. ഓക്കെ, സപ്പോർട്ട് ഈ താഴത്തെ ബ്ലാക്ക് ലൈനാണ് സപ്പോർട്ട്, മുകളിലെ ബ്ലാക്ക് ലൈനാണ് റെസിസ്റ്റൻസ്. താഴത്തെ ബ്ലാക്ക് ലൈനാണ് സപ്പോർട്ട്, മുകളിലെ ബ്ലാക്ക് ലൈനാണ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതുകൊണ്ട് ഇത്ര ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ഒരു മാർക്കറ്റ് ഡൗൺ സൈഡ് വിടുന്നു അല്ലേ, ഡൗൺ സൈഡ് വീഴുന്ന മാർക്കറ്റ് ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആരൊക്കെ കയറി ഇത് മേടിച്ച് അപ്പ് സൈഡ് കയറ്റുന്നു, അല്ലെങ്കിൽ ആരൊക്കെ കൂടി ഇതിനെ മുകളിലോട്ട് തള്ളി വിടുന്നു. ആ ഒരു ലെവലിലാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ മാർക്കറ്റ് കണ്ടിന്യൂസ് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ റിജക്റ്റ് ചെയ്യുന്ന ലെവലിനെയാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
ഇപ്പോൾ ഒരു മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് ഇറങ്ങുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഫോൾ ചെയ്യുന്ന മാർക്കറ്റ് കുറച്ച് ഡൗൺ സൈഡിന് ശേഷം ഒരു നിശ്ചിത സ്ഥലത്ത് നിന്ന് ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്യുന്നു, ബൗൺസ് ബാക്ക് ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ ഒരു സാധനം, ഒരു വസ്തു, നമ്മളൊരു തറയിൽ നമ്മളൊരു ബോൾ എറിഞ്ഞു, നമ്മൾ നിലത്തേക്ക് ബോൾ എറിഞ്ഞു, ആ ബോൾ അവിടെ നിന്ന് ബൗൺസ് ബാക്കിന് എന്താ നമുക്ക് താഴത്തെ ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് അവിടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇറങ്ങുന്ന മാർക്കറ്റും ഒരു സപ്പോർട്ട് തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ ആ ലെവലിൽ ബയ്യേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ബയ്യേഴ്സിന്റെ പ്രസൻസ് ആ ലെവലിൽ ഉണ്ടെന്ന് അർത്ഥം അല്ലേ. അല്ലെങ്കിൽ ജസ്റ്റ് ആലോചിച്ച് നോക്കി, ഇറങ്ങുന്ന ഇവിടുന്ന് ഇത്ര ഇറങ്ങിയ മാർക്കറ്റിന് വീണ്ടും താഴത്തേക്ക് പറയാത്തതുകൊണ്ടല്ല, പക്ഷെ ഇവിടെ കയറി ഇത് മേടിക്കാൻ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഇവിടെ തിരിഞ്ഞ് കയറി പോകുന്നത് അല്ലേ. ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ഇവിടെ നിന്ന് കയറി മേടിക്കാൻ ആരൊക്കെ ഉണ്ട് ഇതിൽ, അതുകൊണ്ടാണ് ഈ മാർക്കറ്റ് ഇവിടെ തിരിഞ്ഞ് കയറി പോകുന്നത്. ക്ലിയർ അല്ലേ? സപ്പോർട്ട് എങ്ങനെ ക്രിയേറ്റ് ആവുന്ന അർത്ഥം ഒരു ചെറിയൊരു പിക്ചർ കിട്ടിയില്ലേ അല്ലേ. അതുപോലെ നമുക്കിത് ഇവിടുന്ന് കയറുന്ന അറിയില്ല, നമുക്കിത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ഇവിടുന്ന് കയറുന്നു പറയാൻ പറ്റില്ല അല്ലേ. വൺസ് ഒരു വട്ടം ഇവിടുന്ന് കയറി നമുക്കറിയാം അല്ലേ, ഒരു വട്ടം ഇവിടുന്ന് കയറി നമുക്കറിയാം, ഓക്കെ ഒരു വട്ടം ഇതിൽ ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു ലെവലിൽ എത്തുമ്പോൾ വീണ്ടും ആൾക്കാർ മേടിക്കാൻ വില്ലിങ് ആവും അല്ലേ. ഇതേ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർ മേടിക്കാൻ വില്ലിങ് ആവും. അപ്പോൾ അതേ സപ്പോർട്ടോട് മാറിയിട്ട് തിരിച്ച് വീണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി നോക്കാം, അവിടെ നമുക്കൊരു അപ്സൈഡ് എൻട്രി നോക്കാം. അപ്പോൾ ഇപ്പോഴും ഒരു ട്രേഡ് എടുക്കുക അല്ലെങ്കിൽ ട്രേഡിൽ എൻട്രി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ സപ്പോർട്ടിൽ നിന്നാണ് ബൈ എടുക്കുക. നമുക്ക് ട്രേഡിൽ 2 ഓപ്പർച്യൂണിറ്റി ഒന്ന് ട്രേഡ് അപ്സൈഡ് ട്രേഡ്സും ഉണ്ട്, അതുപോലെ ഡൗൺ സൈഡ് ട്രേഡ്സ് കൊടുക്കുക. അപ്പോൾ ഡൗൺ സൈഡ് ട്രേഡ്സിന് വിളിക്കുന്ന പേര് ഷോർട്ട് സെല്ല്. പറഞ്ഞതില്ലേ ഡൗൺ സൈഡ് പോകുമ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന മെത്തേഡ് പറഞ്ഞു തന്നിട്ടില്ലത്. ഷോർട്ട് സെല്ല് കളിച്ചാൽ നമ്മൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം ആദ്യമേ വിറ്റുകൊണ്ട് താഴ്ന്ന് വീണ്ടും തിരിച്ചു മേടിക്കുന്ന പ്രക്രിയ. അപ്പൊ അതറിയാത്ത കാര്യങ്ങളുണ്ടോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ അത് എന്താ അതിന്റെ ബാക്കിൽ സ്റ്റോറി. ഇപ്പൊ നമുക്ക് ഒരു തോട്ടുണ്ടാവും, നമ്മുടെ ഇല്ലാത്ത സാധനം ആദ്യം ഇങ്ങനെ വിൽക്കുക പിന്നെ തിരിച്ചു മേടിക്കുക, ആ ഒരു തോട്ടുണ്ടാവും. ട്രേഡിംഗ് പറഞ്ഞാൽ പ്യുവർ കച്ചവടമാണ്. ആദ്യമേ നമ്മുടെ കയ്യില്ലാത്തൊരു സാധനം ആദ്യമേ മേടിച്ച് വെച്ചിട്ട് പിന്നീട് ഹൈ വില കൂടുമ്പോൾ വിൽക്കുക. അപ്പൊ ഇതേ കോൺസെപ്റ്റിൽ ഞാൻ പറയുന്നത് നമ്മുടെ കയ്യില്ലാത്തൊരു സാധനം ആദ്യമേ വിറ്റുകൊണ്ട് പിന്നെ തിരിച്ചു മേടിക്കുന്ന മെത്തേഡ്. അതെന്താ അതിന്റെ ബാക്കിലത്തെ സ്റ്റോറി എന്ന് മനസ്സിലായോ? ഇല്ല, ഒന്നുകൂടെ പറയൂ. ഓക്കെ, ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഒരു തനതായ ശൈലിയിൽ പറയാം, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് മിനിറ്റ്. ഇബ്രാഹിം, ഞാൻ കേറിയ ലക്ഷം ലേറ്റ് ആയിട്ടാട്ടോ. പേരെന്താ? ജയാനന്ദ് സാറല്ലേ? ഞാൻ നോക്കിയിരുന്നു സാറിന്, പക്ഷേ 10 മിനിറ്റോ 15 മിനിറ്റോ ലേറ്റ് ആയി. ആ കുഴപ്പമില്ല, ജസ്റ്റ് നമ്മൾ ടോപ്പിക് കവർ ചെയ്തിട്ടില്ല. ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഈ റെഡും ഗ്രീനും ക്യാൻഡിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്ക് അതിലോട്ട് എത്തുന്നുള്ളൂ സാറേ കേട്ടോ. ഇന്നെ സാധനം എടുക്കും, ഇന്നെ ആ ടോപ്പിക് എടുക്കും. ഓക്കെ, അപ്പോൾ ഷോർട്ട് സെല്ല് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ആരെങ്കിലും ഒരാൾ, ഇപ്പം ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ട്രേഡിംഗ് പറഞ്ഞാൽ പ്യുവർ ഒരു കോൺട്രാക്ട് ബേസിൽ നടക്കുന്നത് അല്ലേ. ട്രേഡിംഗ് ഒരു പ്യുവർ കോൺട്രാക്ട് ബേസിലാണ് എല്ലാം ട്രേഡ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ കയ്യിൽ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന എലമെന്റ് എന്താ? ഫോറക്സ് ട്രേഡിംഗ് പെയേഴ്സ് ആണ്, കറൻസി പെയേഴ്സ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അല്ലേ. അതിലാർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ, കറൻസി പെയേഴ്സ് ആണ് ഫോറക്സ് ട്രേഡ് ചെയ്യുക. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അത് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ആരുടെ ഉണ്ടാവുക? നമുക്കിത് മേടിക്കണമെങ്കിൽ നമ്മുടെ ബ്രോക്കറിന്റെ കയ്യിലുണ്ടാവും ഇതൊക്കെ അല്ലേ. ബ്രോക്കറിന്റെ കയ്യിലുണ്ടാവുക. ബ്രോക്കർ ഇതൊക്കെ എക്സ്ചേഞ്ച് മേടിച്ച് വെച്ചിട്ടുണ്ടാവുക, ബ്രോക്കറിന്റെ കയ്യിലാണ് ഈ പെയേഴ്സ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ വസ്തുവല്ല, നമ്മുടെ മുതലല്ല, അത് ബ്രോക്കേഴ്സിന്റെ സാധനമാണ്. അപ്പോൾ ബ്രോക്കറിന്റെ കയ്യിലുള്ള സാധനം നമ്മൾ ആദ്യമേ വിറ്റുകൊണ്ട് പിന്നെ തിരിച്ച് മേടിക്കാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ഞാനൊരു വെഡിങ്ങിന് പോവാണ്, ഒരു കല്യാണ പ്രോഗ്രാമിന് പോവാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് ഒരു ഗോൾഡിന് ചെയിൻ ഇടണമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഗോൾഡിന് ചെയിൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറയണ്ടാ, ഞാൻ മോർണിംഗ് ആണ് കല്യാണത്തിന് പോകുന്നത്, എടാ ഞാൻ ഗോൾഡിന് ചെയിൻ എനിക്ക് തായോ, ഞാൻ വൈകുന്നേരത്തെ തിരിച്ചു തരാം, ഞാൻ ഫംഗ്ഷൻ കഴിഞ്ഞ് ഒരു 5 o'clock ആകുമ്പോൾ തിരിച്ചു തരാമെന്ന് പറയാണ്. അപ്പോൾ ഞാനത് മേടിച്ച് ഞാൻ പ്രോഗ്രാമിന് പോയി. ഒരു 11 o'clock ആകുമ്പോൾ എനിക്ക് തോന്നി ഗോൾഡ് ഇപ്പോൾ 1 lakh നിൽക്കുന്നത്, പ്രൈസ് 1 lakh ഉള്ളത്. ഇത് ഈവനിങ് ആകുമ്പോൾ തന്നെ ഒരു 70 തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്, 70,000 രൂപയ്ക്ക് താഴേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, മനസ്സിലായി? അപ്പോൾ ആ ഗോൾഡ് എൻ്റെ ആണോ? അല്ല, പക്ഷെ ഞാൻ അവനത്തെ ഒരു കോൺട്രാക്ട് ബേസിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അല്ലേ. ഞാൻ അവനത്ത് പറഞ്ഞത് ഈ ഗോൾഡ് തായോ വൈകുന്നേരം തിരിച്ചു തരാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഗോൾഡ് ഇനി അപ്പോൾ എനിക്ക് അതുവരെ എൻ്റെ ഓൺ പ്രോപ്പർട്ടിയാണ് സാധനം, അത് നമുക്ക് എന്തും ചെയ്യാം. പക്ഷേ കരാർ എത്ര ഉള്ളൂ, വൈകുന്നേരം 5 മണിക്ക് നമുക്ക് ഗോൾഡ് കൊടുത്തേ പറ്റൂ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഈ 1 lakh 70 ആയിക്കഴിഞ്ഞാൽ 30,000 പ്രോഫിറ്റ് ആണ് അല്ലേ.
ആ ഇതേ സെയിം ഈ സാധനം തന്നെ 1 lakh ഉള്ളത് 1,30,000 ആയാലും നമ്മൾ മേടിച്ച് കൊടുത്തേ പറ്റൂ. നമ്മൾ മേടിച്ച് കൊടുത്തേ പറ്റും. കാരണം ഇത് ബ്രോക്കറിൻ്റെ കണ്ടില്ല. ഇപ്പം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ബ്രോക്കറിന് ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ കറൻസി പെയർ എൻഡ് ഓഫ് ദി ഡേ ആ കോൺട്രാക്റ്റ് എന്നാണ് തീരുന്നത് അന്ന് തിരിച്ച് കൊടുത്തേ പറ്റൂ. അപ്പോൾ നിങ്ങൾ മേടിച്ച് പെയർ അന്ന് ചിലപ്പോൾ നിങ്ങൾ ആദ്യം വിറ്റിട്ടുണ്ടാവും, പിന്നെ താഴത്തേക്ക് ഇറങ്ങിക്കാണിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരിക്കും. അല്ല നിങ്ങൾ വിറ്റതിന് ശേഷം വീണ്ടും അപ്സൈഡ് കയറിപ്പോയെങ്കിൽ നിങ്ങൾ ആ ഹൈ വിലയ്ക്ക് മേടിച്ച് അത് ബ്രോക്കറിന് കൊടുക്കേണ്ടി വരും. ക്ലിയർ ആയിട്ടില്ല? ഒന്നുകൂടി പറഞ്ഞു റിപ്പീറ്റ് ചെയ്യാം. ബാക്കിയൊക്കെ കുഴപ്പമില്ല. ക്ലിയർ അല്ലേ ഇത്? അതായത് നമ്മൾ കടം വാങ്ങിയിട്ട് അത് ഇത് ചെയ്യുന്ന രീതി. ഇപ്പൊ ഇത് സാറിന്റെ പേരെന്തായിരുന്നു? സോബിൻ സാർ ഇത് കുറച്ച് ഒരു എന്തെങ്കിലും ഒരു സാധനം ഉണ്ട്, ഒരു വസ്തു ഉണ്ട്, ഒരു കൊട ഉണ്ട്, കൂട്ടിക്കോ ഒരു കൊട. ഇപ്പം ഞാൻ ഒരു ഫംഗ്ഷന് മുമ്പോൾ ഞാൻ ആ കൊട മേടിച്ച് കല്യാണത്തിന് പോയി, പ്രോഗ്രാമിന് പോയി. അപ്പോൾ വൈകുന്നേരത്തെ സാറിന് തിരിച്ച് തന്നേ പറ്റൂ. അപ്പോൾ ആ കൊടയുടെ ആക്ച്വൽ വില അതിന് 500 രൂപയാണ്. അത് മാർക്കറ്റിൽ 500 രൂപ വില അതിൻ്റെ. സാറ് മേടിച്ച് 500 അപ്പോൾ അത് ഒരാൾ ഇത് 400-നും 500-നും ചോദിച്ചു. ഞാൻ ഈ സാധനം 500 രൂപയ്ക്ക് അവർക്ക് കൊടുത്തു. 500 അവർക്ക് കൊടുത്തു. ഞാൻ കൊടുക്കുമ്പോൾ എനിക്കറിയാം എനിക്ക് എൻ്റെ ഉള്ളിൽ തോട്ടുണ്ട് എന്തായാലും സാറ് 5 മണിക്ക് മുന്നേ സാറിന് തിരിച്ചു തന്നാൽ മതി ഇത്. പക്ഷെ ഒരു 3:30-4 മണിയാകുമ്പോൾ ഏതെങ്കിലും മാർക്കറ്റിൽ ചെന്നാൽ ഇതെനിക്ക് 300-200 മേടിക്കാൻ പറ്റുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ അത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് സാറിൻ്റെ മുതലായ കുട ഞാൻ അവർക്ക് 500 രൂപയ്ക്ക് തിരിച്ച് സെയിൽ ചെയ്ത് ഞാൻ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 3 മണി 4 മണിയാകുമ്പോൾ സാറ് 5 മണിക്കാണ് തിരിച്ചു തരുന്നത്. 4 മണിയാകുമ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ ഇതിന് 500 പകരം 400 അല്ലെങ്കിൽ 300 ആണെങ്കിൽ എൻ്റെ ലാഭം 200 രൂപയാണ് അല്ലേ? ഞാൻ 500 വിറ്റ സാധനം ഞാൻ 200 രൂപയ്ക്ക് തിരിച്ച് 300 രൂപ മേടിക്കുന്നത്. അപ്പോൾ 200 ലാഭമുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ സാറിന് കുട തരുന്നു അല്ലേ? അവിടെ സാറിനും പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല. അപ്പോൾ സാറ് ചെറിയ ബ്രോക്കറേജ് മേടിക്കും. സാറ് ആ കുട ഒരു 9 to 10 മണി വരെ സാറ് എനിക്ക് തന്നതിന് റെൻറ്റ് മേടിക്കും. അതാണ് ബ്രോക്കറേജ്, അതാണ് ബ്രോക്കർ ഫീസ്. അപ്പോൾ അത് മാത്രം സാറിന് മേടിക്കുള്ളൂ. അപ്പോൾ 200 ബ്രോക്കറേജ് സാർ ഒരു 40 രൂപ എടുത്താലും ആ ബ്രോക്കറേജ് എന്നാൽ എനിക്ക് ലാഭമാണ് അത് അല്ലേ? ബാക്കി 140 രൂപ എനിക്ക് ലാഭമാണ്, 160 രൂപ എനിക്ക് ലാഭമാണ് അല്ലേ? പക്ഷെ ഇതേ സാധനം വൈകുന്നേരം 300-ന് പകരം 500 800 ആയിരിക്കും. 800 ആയാലും ഈ കുട ഞാൻ സാറിന് തിരിച്ച് മേടിച്ച് തന്നേ പറ്റൂ. കാരണം എന്താ? അതൊരു കോൺട്രാക്ട് ബേസ് ആണ് ട്രേഡ് നടക്കുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ എന്തായാലും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലേ? അതെന്റെ എന്റെ കഴിവുകേടാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് ചോദിക്കും. കാരണം കേട്ടോ ഗോൾഡിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലായി. അത് ഇവിടെ എങ്ങനെ ഇതാണെന്നുള്ളത് തരുന്നില്ല. എക്സാമ്പിൾ മനസ്സിലായി അല്ലേ? അപ്പൊ അത് ട്രേഡ് നമുക്കൊരു ഡൗട്ടുകൾ എപ്പോഴും ഒരു 70% 60% ഇങ്ങനെ നിൽക്കും. അത് ട്രേഡ് എടുക്കുമ്പോൾ മാത്രമേ ക്ലിയർ ആവുള്ളൂ. അത് ഞാനും എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മെൻറ്റർ ലാസ്റ്റ് പറഞ്ഞു, ഇബ്രാഹിം നീ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യും, നാളെ മുതൽ ചെറിയ എമൗണ്ട് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യും, ഡൗട്ട്സ് മാറുമ്പോൾ നമ്മൾ ഇപ്പം ഞാനൊക്കെ ഇറങ്ങുന്നത് 22 21 അങ്ങനെ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് +2 കഴിഞ്ഞ് ഡിഗ്രി ഒരുമിച്ചുള്ള കാലത്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൈസ പറയുമ്പോൾ അത്രയും ഒന്നിൽ നോക്കി പേടിയോടെ നോക്കി കാണുന്നു. അല്ലെങ്കിൽ ആ പ്രായം അറിയാമല്ലോ എല്ലാവർക്കും ഭയങ്കര അഗ്രസീവായിട്ടുള്ള പ്രായം. അപ്പം നമുക്ക് ഫണ്ട് എപ്പോഴും വേണം. അപ്പോൾ ഞാൻ എപ്പോഴും ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ ട്രേഡ് എടുത്തത് വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഫുള്ള് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അപ്പോഴാണ് പറഞ്ഞ് നീ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യും, ഒരു ചെറിയ എമൗണ്ട് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ മാത്രം കുറേ ഡൗട്ട്സ് മാറും. അതുപോലെ തന്നെ അപ്പോൾ വരുന്ന ഡൗട്ട്സ് ജെന്യുവൻ ഡൗട്ട്സ് ആയിരിക്കും. ആ ഡൗട്ട് ജെന്യുവൻ ഡൗട്ട്സ്. ചിലവരുണ്ട് വെറുതെ ഡൗട്ട്സ് ചോദിക്കും, അങ്ങനെയല്ല. ചില നിസ്സാര കാര്യം ഡൗട്ട് ചോദിക്കും. ഇപ്പോൾ ഈ ക്യാൻഡിൽസ് എന്താ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ക്യാൻഡിൽ താഴത്തെ വാല എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് ടൈം ഫ്രെയിം. നമുക്ക് ടൈം ഫ്രെയിം ഒരുപാട് ടൈം ഫ്രെയിംസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. അത് നിങ്ങളായിട്ട് ചാർട്ട് അനാലിസിസ് ട്രേഡ് എടുക്കില്ലേ, ആ സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരും. അപ്പോൾ ചോദിച്ചാൽ നിങ്ങൾക്കും ആവശ്യമുള്ള സമയമാണത്. അപ്പോൾ ഞാൻ കറക്റ്റ് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മൈൻഡിൽ കയറും. അത് നമുക്കിപ്പോ എത്ര ഡോളർ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഫോറക്സ് പെയർ ആകുമ്പോൾ നിങ്ങൾക്ക് വെറും $20 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സ്റ്റഡി പർപ്പസ്. നിങ്ങൾ അതൊന്നും റിട്ടേൺസ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ട് ഇപ്പോൾ $20 വെച്ച് ട്രേഡ് ചെയ്യിച്ചിട്ട് $32-33 ആക്കിയിട്ടുണ്ട്. അത് സ്റ്റഡി പർപ്പസ് ആയിട്ട് മാത്രം കൂട്ടും, അതൊന്നും റിട്ടേൺസ് പ്രതീക്ഷിക്കുക ചെയ്യരുത്. അതുപോലെ അതിലൊരിക്കലും 2000 രൂപ അത്ര വരുന്നുള്ളൂ. അതുപോലെ തന്നെ അതിലൊരിക്കലും പോയി ഗോൾഡ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റി ചെയ്യാതിരിക്കുക, ഗോൾഡ് ട്രേഡ് ചെയ്യാതിരിക്കുക. ഗോൾഡ് ഞാൻ എപ്പോഴും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എപ്പോഴും നിങ്ങൾ അത് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. ഗോൾഡ് അത്ര റിസ്ക് പിടിച്ച ഒരു എലമെന്റാണ്, സെഗ്മെന്റാണ് ഗോൾഡ് വരുന്നത്. ഫോറക്സ് പെയർ $20 ട്രേഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും അല്ലേ? ഏതില്? ഇപ്പൊ ഈ ക്ലാസിന്റെ കൂടെ ഇങ്ങനെ ക്ലാസിന്റെ കൂടെ നിങ്ങൾക്ക് ചാർട്ടിനെ കുറിച്ച് ഒരു പകുതി നോളജ് ആയി നമുക്ക് ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ബൈയും സെല്ലും എങ്ങനെ ഒരു ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഒരു ക്ലാസിന്റെ വൈൻഡ് അപ്പ് സെക്ഷൻ ലാസ്റ്റ് ഒരു കുറച്ച് ഡേയ്സ് ഉള്ളപ്പോൾ നമുക്ക് റിയൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ ഓക്കെ അല്ലേ? അതെ ഓക്കെ. അപ്പോൾ സപ്പോർട്ട് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു മാർക്കറ്റ് താഴ്ത്തി, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ബൈ എടുക്കേണ്ട എവിടെ നിന്നാണ് അല്ലേ? നമുക്ക് ഒരു സാധനം ചെറിയ വിലയ്ക്ക് മേടിക്കുന്നു, വലിയ വിലയ്ക്ക് വിൽക്കണം അല്ലേ? അപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഒരു പ്രൈസ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എൻഡിൽ നിന്ന് വേണം മേടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഇപ്പോൾ ഒരു പ്രൈസ് ഈ മാർക്കറ്റ് ഇങ്ങനെ താഴത്തേക്ക് വരുന്നു അല്ലേ? ഇത് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ 10 പേരുണ്ടെങ്കിൽ നമുക്ക് 10 പേർക്കും 10 വിലയ്ക്ക് മേടിക്കാൻ പറ്റും. ഞാൻ ഇവിടുന്ന് മേടിക്കുന്നു, വേറെ സാറ് വേറെ ആൾക്കാർ ഇവിടുന്ന് മേടിക്കുന്നു, ഒരാൾ മാത്രം ഇപ്പോൾ ഇതിലും ജേക്കബ് സാർ ഇവിടുന്ന് മേടിക്കുന്നു. ഇതിൽ ബെസ്റ്റ് ബൈയിങ് ആരാണ്? ജേക്കബ് സാറിൻ്റെയാണ്. കാരണം എന്താ? അതാണ് ആ ട്രെൻഡിൻ്റെ എൻഡിങ് പോയിന്റ്. നമ്മൾ ഇവിടെ മേടിച്ചവരെന്തായി? ഇവിടെ മേടിച്ചത് പിന്നെ ലോസ് കാണിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ മേടിച്ചവർ ലോസ് കാണിച്ചിട്ടുണ്ട്. ജേക്കബ് സാറിൻ്റെ എൻട്രിയാണ് കറക്റ്റ് എൻട്രി. കാരണം എന്താ? ആ സപ്പോർട്ടും തിരിച്ചു കയറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ എക്സാമ്പിൾ ഇത് പറഞ്ഞാൽ ക്ലിയർ ആവില്ല. ഓക്കെ, ഈ എക്സാമ്പിൾ പറയാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന മാർക്കറ്റിൽ ഞാൻ ആദ്യം ഇവിടെ കയറി മേടിച്ചു. ഈ ക്യാൻഡിൽ ആദ്യം ഞാൻ കയറി മേടിച്ചു. പിന്നാലെ നെജിമു ബ്രോ ഇവിടുന്ന് മേടിച്ചു. ഇവിടെ നിന്നൊക്കെ ആൾക്കാർ നമ്മൾ 7 പേരുണ്ടെങ്കിൽ അതിൽ 6 പേര് ഇവിടുന്ന് കയറി മേടിച്ചു. ഒരാൾ മാത്രം, ജേക്കബ് സാർ മാത്രം ഇവിടുന്ന് കയറി എൻട്രി എടുത്തു. ഇവിടുന്ന് മാത്രം. ആ എൻട്രിയാണ് പെർഫെക്റ്റ് അല്ലേ? നമ്മൾ എൻട്രി എടുത്ത തൊട്ടടുത്ത നിമിഷം മുതൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ സ്റ്റിൽ പ്രോഫിറ്റില്ല. കാരണം എന്താ? ആ ഡൗൺ ട്രെൻഡിൻ്റെ ഏറ്റവും ഡീപ്പ് എന്നാണ് പുള്ളി മേടിച്ചിരിക്കുന്നത്. കാരണം തൊട്ട് മുന്നേ കഴിഞ്ഞു പോയ കാലങ്ങളിലോ അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ അതേ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തിയപ്പോൾ അവിടെ നിന്ന് ബയ്യേഴ്സ് ബൈ ചെയ്ത് മേലെ കയറ്റിയിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ ബയ്യേഴ്സ് ഇൻവോൾവ് ആയ ഒരു ഏരിയയാണ്. അതേ ഒരു ഏരിയയിൽ മാർക്കറ്റ് എത്തുമ്പോൾ അവിടെ നിന്ന് അതേ ഒരു പുൾ ബാക്ക് പ്രതീക്ഷിക്കാം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ അപ്സൈഡ് ട്രേഡ്സ് എടുക്കുമ്പോൾ എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്? സപ്പോർട്ട് നിന്നാണ് എൻട്രി എടുക്കുക, റെസിസ്റ്റൻസ് ആണ് എൻട്രി എടുക്കുക? സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റോക്ക് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ താങ്ങി നിർത്തുന്ന ലെവലാണ് സപ്പോർട്ട് അല്ലേ? അതുപോലെ മാർക്കറ്റ് അപ്സൈഡ് കയറുമ്പോൾ അല്ലേ, നമ്മളിപ്പോൾ ഒരു ഏത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ അല്ലെങ്കിൽ എന്ത് ട്രേഡ് ആവട്ടെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടി നമ്മൾ വിഡ്രോ ചെയ്യും അല്ലേ? അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറും. ഒരു 10,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 5,000 അല്ലെങ്കിൽ 6,000 മോർ പ്രോഫിറ്റ് കിട്ടിയാൽ നമ്മളവിടെ എക്സിറ്റ് ചെയ്ത് മാറും അല്ലേ? അതുപോലെ ഇവിടെ മേടിച്ചൊരു സാധനം നമ്മളിതാ ഇതിൽ നമ്മളെല്ലാവരും ഇവിടെ എൻട്രി എടുത്തൊരാൾ സ്റ്റിൽ കയറി ഇതാ ഈ റെസിസ്റ്റൻസ് എത്തുമ്പോൾ സെല്ല് ചെയ്ത് മാറും. നമ്മുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറും. കാരണം എന്താ? കഴിഞ്ഞു പോയ കാലങ്ങളിലൊക്കെ മാർക്കറ്റ് ആ ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് അടിച്ചിട്ടുണ്ട് അല്ലേ? ആ ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പം അതാണ് റെസിസ്റ്റൻസ്. ഒരു മാർക്കറ്റിനെ റിജക്റ്റ് ചെയ്യുന്ന ലെവൽസ് ആണ്, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ആവുന്ന ഒരു മാർക്കറ്റ് അപ്സൈഡ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഫെയിലിയർ ആവുന്ന ഏരിയനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. അതുപോലെ മാർക്കറ്റ് ഡൗൺ സൈഡ് വീണുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബൗൺസ് ബാക്ക് അല്ലെങ്കിൽ പുൾ ബാക്ക് എടുക്കുന്ന ഏരിയനെ വിളിക്കുന്ന പേരാണ് സപ്പോർട്ട്. ക്ലിയർ അല്ലേ? സപ്പോർട്ട് റെസിസ്റ്റൻസ് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ മിനിമം ഇപ്പം ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ പറയണം, ഒരു ട്രേഡ് എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് സപ്പോർട്ടിങ് ഇല്ലാതെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല എന്നർത്ഥം. ഒരു ട്രേഡ് എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സപ്പോർട്ടിങ് ഇല്ലാതെ, സപ്പോർട്ടിങ് കണ്ടുപിടിക്കാതെ നമുക്ക് ട്രേഡ്സ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാൻഡിൽസ് കൂടി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ക്യാൻഡിൽസും കുറയാം. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇത് കണ്ടോ ക്യാൻഡിൽസ്. ഇപ്പോൾ ട്രേഡിങ് പറയുമ്പോൾ ആദ്യം ആൾക്കാരുടെ മൈൻഡിൽ അല്ലെങ്കിൽ ഒരു തോട്ട് വരെ ഇതാണ് വരിക, റെഡും ഗ്രീനും ക്യാൻഡിൽസ് അല്ലേ? ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, ഞാനൊക്കെ വീട്ടിലും ചെയ്യുന്ന കാലത്ത് ഫാമിലി നോക്കിയിട്ട് പറയും, പച്ച ക്യാൻഡിൽ കണ്ടല്ലോ അപ്പോൾ ഒന്ന് പ്രോഫിറ്റ് ആയിരിക്കുമല്ലോ, റെഡ് ക്യാൻഡിൽ കണ്ടല്ലോ ലോസ് ആയിരിക്കും എന്ന് പറയുമായിരിക്കും. ഇതിൻ്റെ ബാക്കിൽ കുറേ സ്റ്റോറി ഉണ്ട്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് പഠിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ ആദ്യം ട്രേഡിങ് പറയുമ്പോൾ ആദ്യം വരിക പൈസയും മണിയും അതുപോലെ തന്നെ ഈ ക്യാൻഡിൽസ് വരിക കേട്ടോ. എൻ്റെ തോട്ടിൽ നമ്മൾ ആദ്യം മുതൽ ഇങ്ങനെ കേട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രേഡിങ് പറയുമ്പോൾ എപ്പോഴും ക്യാഷ് വെച്ചിട്ട് ആൾക്കാർ റിലേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് അത് ഓർമ്മ വരാൻ കാരണം. അപ്പോൾ ഓക്കെ, എന്താണ് ഈ ക്യാൻഡിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയോ? ഇതിനെ വിളിക്കുന്ന പേര് ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. ക്യാൻഡിൽ സ്റ്റിക്സ്, റെഡ് ആവട്ടെ ഗ്രീൻ ആവട്ടെ സെയിം പേരാ വരുന്നത്. ക്യാൻഡിൽ സ്റ്റിക്സ് എന്നാണ് ഇതിൻ്റെ കോമൺ നെയിം വരുന്നത്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? ഇതുകൊണ്ട് ഒരാളും ഒരു ബേസ് ട്രേഡ് പോലും ചെയ്തിട്ടില്ല അല്ലേ? ഇതുകൊണ്ട് ഇത് ഈ പച്ച വരുമ്പോ എന്തായാലും പച്ച മുകളിലേക്ക് കയറി പോകുന്നതും ചുവപ്പ് താഴേക്ക് ഇറങ്ങി വരുന്നതുമാണ് മനസ്സിലാക്കുന്നത് ട്രേഡിംഗില്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രീൻ ക്യാനിൽ എവിടെ ഓപ്പൺ ചെയ്യുന്നു? ഗ്രീൻ ക്യാനിൽ ഇപ്പോൾ
ഇതാ ഇപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ എടുക്കാം, നമുക്ക് കൺസിഡർ ഈ ഗ്രീൻ ക്യാൻഡിൽ. ഇത് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, എവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്? അത് അടിയിൽ ഓപ്പൺ ചെയ്യും, അടിയിൽ ഓപ്പൺ ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്യും. മുകളിൽ ക്ലോസ് ചെയ്യും. ഓക്കെ, കറക്റ്റ്, അടിപൊളി. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് ആദ്യം ഈ ക്യാൻഡിൽസിന് ഒരു പേരിടാം. ഇതാണ് കണ്ടോ, ഈ റെഡ് ആവട്ടെ ഗ്രീൻ ആവട്ടെ ആ ഏരിയക്ക് വിളിക്കുന്ന പേര് ബോഡി എന്നാണ് വിളിക്കുന്നത്. ബോഡി കോമൺ നെയിമാണ്. അതുപോലെ തന്നെ എല്ലാ ക്യാൻഡിൽസിൻ്റെ താഴെ മേലെ ഷാഡോസ് ഉണ്ടാവും. ഷാഡോ ഓർ വിക്ക് ഉണ്ടോ, ഈ ഇരുവാല് കണ്ടോ, ഈ ഇരുവാല്. ആ റെഡ് ആവട്ടെ ഗ്രീൻ ആവട്ടെ അപ്സ് ആൻഡ് ഡൗൺസ് ഷാഡോസ് ഉണ്ടാവും. അപ്പോൾ അപ്പിലത്തെ ഷാഡോ വിളിക്കുന്ന പേര് അപ്പർ ഷാഡോ, അല്ലെങ്കിൽ ഹയർ ഷാഡോ. അതുപോലെ തന്നെ താഴത്തെ ഷാഡോ വിളിക്കുന്ന പേര് ലോവർ ഷാഡോ. ക്ലിയർ അല്ലേ? ആ, അപ്പോൾ ഗ്രീൻ ക്യാനിൽ തുടങ്ങിയതിനേക്കാളും മുകളിൽ പോസിറ്റീവ് ക്ലോസ് ചെയ്തതിനാൽ അത് ഗ്രീൻ ക്യാനിലെ ക്ലോസ് ചെയ്യും. അതുപോലെ റെഡ് ക്യാനിൽ പറയുമ്പോൾ തുടങ്ങിയതിനേക്കാൾ നെഗറ്റീവ് ക്ലോസ് കിട്ടിയാൽ റെഡ് ക്യാനിലായിട്ട് മാറും. ഓക്കെ, അപ്പോൾ തുടങ്ങിയത് ഒരു 100-ലാണെങ്കിൽ 101 അവസാനിച്ചാൽ മതി, ഗ്രീൻ ക്യാനിലാവും. അല്ലെങ്കിൽ 100.50 പൈസ അപ്പിലോ ക്ലോസ് ചെയ്താൽ മതി, അത് ഗ്രീൻ ക്യാനിലാവും. തുടങ്ങിയതിനേക്കാളും ഒരു പോയിന്റെങ്കിലും കൂടുതൽ പോസിറ്റീവിലെ ക്ലോസ് ചെയ്തെങ്കിൽ അത് ഗ്രീൻ ക്യാനായിട്ട് ക്ലോസ് ചെയ്യും. ഓക്കെ അല്ലേ? അതുപോലെ എല്ലാ ക്യാൻഡിൽസിനും താഴെ മേലെ ഷാഡോസ് ഉണ്ട്. അപ്പർ ഷാഡോ ഉണ്ട്, ലോവർ ഷാഡോ ഉണ്ട്. അപ്പോൾ കണ്ടോ, അപ്പർ വിക്ക് ക്രിയേറ്റഡ് ബൈ സെല്ലേഴ്സ്. റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും മുകളിലെ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്ന സെല്ലേഴ്സ് ആണ്. അതുപോലെ തന്നെ റെഡ് ആവട്ടെ ഗ്രീൻ ആവട്ടെ താഴെയും ഷാഡോസ് ഉണ്ട്. ഈ രണ്ടിൻ്റെയും താഴത്തെ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നത് ബയേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? പക്ഷെ വേറൊന്ന് ചോദിക്കട്ടെ, ഇത് നമ്മൾ താഴേക്ക് വളരുന്നില്ലല്ലോ, ഗ്രീന് മുകളിലേക്കല്ലേ വളരുന്നുള്ളൂ. അതെ. അപ്പം എന്തുകൊണ്ട് താഴെ ഷാഡോ ഒന്നുമല്ലേ? ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് ചാർട്ട് എടുക്കാം. അപ്പം ഇത് നമുക്ക് ഇത് ബിറ്റ് കോയിൻ ചാർട്ടാ. ആട്ടൊന്നുമില്ലല്ലോ, ചാർട്ട് വന്നില്ല, സോറി. ഓക്കെ, ഇതൊരു ബിറ്റ് കോയിൻ ചാർട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഈ ക്യാൻഡിലുണ്ട്, ലാസ്റ്റ് വന്ന ഗ്രീൻ ക്യാൻഡിലുണ്ടോ ഇവിടെ? ഈ റെഡിന് തൊട്ട് മുന്നിൽ ഗ്രീൻ ക്യാൻഡിലുണ്ടോ? അത് ആ ടൈം ഫ്രെയിം ഏതാ? 22 വെച്ചാൽ 10 to 10 ഉള്ളിൽ വന്ന ക്യാൻഡിലാണ്. 10 to 10 ഉള്ളിൽ വന്ന ക്യാൻഡിലാണ്. 22 പറയും 10 മണിയല്ലേ വരുന്നത്? 10 മണിക്ക് ഓപ്പൺ ചെയ്തിട്ട് 10:30 ക്ലോസ് ചെയ്ത ക്യാൻഡിലാണ്. ഓക്കെ, അപ്പോൾ ഈ ചെറിയ മുകളിൽ വലിയ അപ്പർ ഷാഡോയും താഴെ ചെറിയ അപ്പർ ഷാഡോയും ഉള്ളത്, ലോവർ ഷാഡോയും വന്നത്. ഓക്കെ, അപ്പൊ സാർ ചോദിച്ചു എന്താണ് അപ്സ് ആൻഡ് ഡൗൺസ് ഷാഡോസ് ചോദിച്ചില്ലേ? ഇപ്പൊ ഇത് ഗ്രീൻ ക്യാനിലാണ്, എന്തുകൊണ്ട് താഴെ ഷാഡോ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഈ ക്യാനിൽ ഓപ്പൺ ചെയ്ത സമയത്തിലാണ് 10 മണി അല്ലേ? ക്ലോസ് ചെയ്ത് 10:30 അല്ലേ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, വേറെ ഇതിൽ നിൽക്കണ്ട. ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ഇപ്പം എങ്ങനെയും പോവാണ്, ഓഫീസിൽ പോവാണ്. ഞാൻ ആദ്യം ഇവിടെ നിന്ന് പോവാ, വീട്ടിൽ നിന്ന് നേരെ ക്ലബിൻ്റെ അങ്ങോട്ട് പോവുക. എൻ്റെ വീടിന് തൊട്ട് ബാക്കിലുള്ള ക്ലബിൻ്റെ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ഓഫീസ് കയറുമ്പോൾ ഓഫീസിൻ്റെ അപ്പുറത്തുള്ള ചായക്കട ഉണ്ട്, അവിടെ പോയിട്ട് ചായ കുടിച്ച് വരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ മാർക്കറ്റ് ഈ ക്യാൻഡിൽ 10 മണിക്ക് ഓപ്പൺ ചെയ്ത് പ്രൈസ് ഇവിടെ കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കണ്ടോ, ഈ കാണുന്ന ഡോട്ടിൻ്റെ ഇപ്പുറത്ത് കണ്ടോ OHLC എന്ന് കണ്ടോ, OHLC എന്ന് കണ്ടോ? ആ ക്യാൻഡിൽ മേലെ മൗസ് കൊണ്ട് വെച്ചു നമ്മൾ. ആ ക്യാൻഡിൽ 10 മണിക്ക് ഓപ്പൺ ചെയ്ത പ്രൈസ് പറയുമ്പോൾ 69,405 ഓപ്പൺ ചെയ്തത്. ഞാൻ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ഇറങ്ങിയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലോ എന്ന് പറയുമ്പോൾ എന്താണ്? ലോ പറയുമ്പോൾ ലോവർ ഷാഡോ. ഞാൻ ക്ലബിൽ പോയത് അല്ലേ, നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ഒരിക്കലും ഓഫീസിൽ പോകില്ലല്ലോ അല്ലേ? വീട്ടിൽ നിന്ന് ഒരിക്കലും നേരെ ഓഫീസിൽ പോകില്ലല്ലോ, ചാൻസ് ഇല്ല. നമ്മൾ പലരും ഫ്രണ്ട്സിന് മീറ്റ് ചെയ്ത് അങ്ങനെ പോവുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓപ്പൺ ചെയ്ത് 69,405 പ്രൈസിലാണ് ഓപ്പൺ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് 10 മണിക്ക് ഓപ്പൺ ചെയ്തിട്ട് 10 മണി 10:05 10:20 10:30 ആകുമ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ആ ലോയിൽ നിൽക്കുന്നത് എല്ല് കണ്ടോ, 69,907 മാർക്കറ്റ് താഴെ നിൽക്കുന്നത്. അത്രയും താഴത്തേക്ക് അല്ല, അത്രയും താഴത്തേക്ക് മാർക്കറ്റ് പോയി, ഷട്ടർ ക്ലോസ് ചെയ്തിട്ടില്ല. ആ ഒരു 30 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ അവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 10:25 20 ആയപ്പോൾ മാർക്കറ്റ് അപ്സൈഡ് കയറി തുടങ്ങി. പെട്ടെന്ന് അപ്സൈഡ് കയറി ഹൈ കണ്ടോ, ഹയർ ഷാഡോ 70,111 മാർക്കറ്റ് അപ്സൈഡ് മൂവ് ചെയ്തു.
അത് അപ്പൊ ചില 10:27 ചിലപ്പോൾ 10:26 അല്ലേ? പക്ഷെ 10:30 മാർക്കറ്റ് ക്ലോസ് ചെയ്ത് 69,436 പറഞ്ഞ പോയിന്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കിട്ടിയോ? കറക്റ്റ് അല്ലത്? ആർക്കെങ്കിലും കത്താത്തുണ്ടോ? ഞാൻ ഇങ്ങനെ എക്സാമ്പിൾ പറഞ്ഞു തോന്നരുത്, പെട്ടെന്ന് ക്യാച്ച് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ ക്യാൻഡിൽ കണ്ടോ, ഈ ഗ്രീൻ ക്യാൻഡിൽ, സ്ട്രെങ്ത്തിൽ ഗ്രീൻ ക്യാൻഡിൽ കണ്ടോ, അതിലത്തെ പറയാം നമുക്ക്. അത് ഓപ്പൺ ചെയ്ത് പ്രൈസ് ഒരാൾ പറയും. 67,165. ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചാൽ 9 അത് ഓപ്പൺ ചെയ്ത് 8:30 ഓപ്പൺ ചെയ്ത ക്യാൻഡിലാണ്. 8:30 ഓപ്പൺ ചെയ്ത ക്യാൻഡിൽ 9 മണി ക്ലോസ് ചെയ്ത എത്രയിലാണ് ക്ലോസിംഗ് പ്രൈസ്? 76. ഓക്കെ. അതുപോലെ തുടങ്ങിയിട്ട് ഓപ്പൺ ചെയ്തോടന്ന് മാറി എത്രത്തോളം താഴത്തേക്ക് പോയിട്ടുണ്ട്? യെസ്, താഴത്തെ ലോവർ ഷാഡോ. അതുപോലെ ഹൈ പോയി, ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും ഹൈ പോയത് എത്രയാണ്? യെസ്, അത് തൊട്ടിപ്പുറത്തുണ്ടോ +1412 കണ്ടോ? അതെന്താ വെച്ചാൽ തൊട്ട് മുന്നത്തെ 30 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ അപേക്ഷിച്ച് ഈ ക്യാൻഡിൽ 1412 പോയിന്റ്സ് അപ്പിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് പേഴ്സൻറ്റേജ് വൈസ് നോക്കുമ്പോൾ 2% അപ്സൈഡ്, 2.10% അപ്സൈഡിലാണ് ക്ലോസ് ചെയ്തത്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ ഈ ക്യാൻഡിലുണ്ടോ, നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് റെഡ് ക്യാൻഡിലായിരുന്നു അല്ലേ, ഇതിപ്പോൾ ഗ്രീനായി മാറി. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യപ്പെടാം. ഇത് 10:30 ഓപ്പൺ ചെയ്ത ക്യാൻഡിലാണ്, ഇതിന് ക്ലോസ് ചെയ്യുക 11 മണിക്കാണ് അല്ലേ. ഇതിപ്പോൾ ഗ്രീൻ ക്യാൻഡിലാണ്, 11 മണിക്ക് തുടങ്ങിയതിനേക്കാളും താഴെ ക്ലോസ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ അത് റെഡ് ക്യാൻഡിലായിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? ക്യാൻഡിൽസിനെ കുറിച്ച് ഒരു ഉദാഹരണം കിട്ടിയില്ലേ? ഓക്കെ. പിന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. എന്താണ് സപ്പോർട്ട് റെസിസ്റ്റൻസ്? ഇതിപ്പോ ലൈവ് നടക്കുന്ന മാർക്കറ്റാണോ? ലൈവ് നടക്കുന്ന മാർക്കറ്റാണ്, ബിറ്റ് കോയിൻ ആണത്. ബിറ്റ് കോയിൻ അല്ലേ? ഞാൻ ഇറങ്ങുന്ന സമയത്ത് 1 ആയിരുന്നു, പിന്നെ 124 വരെ പോയി. അത് ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് ഇറങ്ങിയല്ലോ സാധനം. അത് അടുത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ് അതൊക്കെ. ഇത് കണ്ടോ, ഇനി ഇറങ്ങുന്നൊക്കെ പറയുന്നില്ല. ഇനി ഇറങ്ങാൻ ചാൻസ് കുറവാണ് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ. 60 ടച്ച് ചെയ്തു, ഒരു 55-60 കൺസോളിഡേറ്റ് ആയിരിക്കും. പക്ഷെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഇതെന്താ സംഗതി അറിയോ, ഞാൻ 5 കൊല്ലം ഇതിൽ നിൽക്കുന്നു. അപ്പോൾ ഓരോ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന് തിരിച്ചു കയറുന്നത് പേടിക്കും. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ത്യ മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ ഒരു വട്ടമൊക്കെ 5000 ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത്രയും പോയിന്റ്സ് ഇറങ്ങുന്നത് കണ്ടിട്ടില്ല. 5000 പോയിന്റ് ഒരു ദിവസം ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ മിനിസ്റ്റർ മറ്റേ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാറാം, പുള്ളിക്കാരത്തിന്റെ പേരിൽ തന്നെ ഒരു ക്യാൻഡിൽ ഉണ്ട്. പുള്ളിക്കാരത്തിന്റെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്ത് വൈകി 1000 പോയിന്റ്സ് ആണ് ഇറങ്ങിയത്. സാധാരണ അത് 220 ട്രേഡിംഗ് ദിവസത്തിനുള്ളിൽ നോർമൽ എല്ലാ ദിവസവും 210 ദിവസം ചിലപ്പോൾ അത് ഒരു 100 പോയിന്റ് 300 പോയിന്റ് 500 പോയിന്റ് ഒക്കെ മൂവ് ചെയ്യാറുള്ളൂ. പുള്ളിക്കാരത്തി ആ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ 5 മിനിറ്റ്സോ 50 മിനിറ്റ്സിലോ 1000 പോയിന്റ് താഴത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് കയറില്ല വിചാരിക്കും. പക്ഷേ ഇത് ഈ ഇറങ്ങുന്നത് ഒരു അടുത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു പോളിക്യാബ് പറഞ്ഞ സ്റ്റോക്ക് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? പോളിക്യാബ് വയറിന്റെ സെക്ടർ വരുന്നത് അല്ലേ. ഇത് ഞാൻ ഒരു വട്ടം ഇത് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓഫീസിലുള്ളപ്പോൾ ഇത് 5000 പോയിന്റ് താഴത്തേക്ക് ഇറങ്ങി. എന്തോ ഒരു നെഗറ്റീവ് അവരുടെ കമ്പനിയുടെ പേരിൽ എന്തോ റെയ്ഡ് നടന്നതിൻ്റെ പേരിൽ 5000 പോയിന്റ്സ് താഴത്തേക്ക് ഇറങ്ങി. അന്ന് നമുക്കറിയില്ല, നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജാ. 5000 പോയിന്റ് ഇറങ്ങി മുമ്പ് അന്ന് അത് മേടിച്ചിട്ടാൽ മതി. പക്ഷെ നമുക്കറിയില്ല നമ്മൾ ഇത്രയും പോയിന്റ് സാധനം താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് കയറില്ല, അത് ഇടിഞ്ഞു പൊളിഞ്ഞ് പോകാൻ നമ്മൾ വിചാരം. പക്ഷെ അത്യാവശ്യം പൊട്ടൻഷ്യൽ സ്റ്റോക്കാണ്, എല്ലാം തിരിച്ചു കയറും. ആ സാധനം നെക്സ്റ്റ് 3 months കൊണ്ട് തിരിച്ചു കയറിയത് 8000 പോയിന്റ് തിരിച്ചു കയറിയത്. ശരി. അപ്പോൾ യൂഷ്വലി സാറിന് ആലോചിച്ചോക്ക്, സാർ അത് നിങ്ങൾ ആരെങ്കിലും ഒരാൾ അത് മേടിച്ചു, ആ മേടിച്ചതിന് ശേഷം 5000 പോയിന്റ് താഴത്തേക്ക് ഇറങ്ങിയിരിക്കും, നിങ്ങൾ ആരും കൊടുക്കില്ല. അത്രയും ലോസ് ആരും കൊടുക്കാൻ ചാൻസ് കുറവാണ്. 5000 പോയിന്റ് ലോസ് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 4 lakh 5 lakh ലോസ് കാണിച്ചായിരിക്കും. ഈ സാധനം തിരിച്ച് കയറി വന്ന് ഒരു ചിലപ്പോൾ നോ ലോസ് നോ പ്രോഫിറ്റ്, അല്ലെങ്കിൽ 5 lakh 6 lakh ലോസ് ഉള്ളത് ഒരു 1 lakh ലോസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം വിറ്റ് ഒഴിവാക്കും അല്ലേ. പിന്നെ ബാക്കിയുള്ള 3000 പോയിന്റ് നിങ്ങൾ ആരും റെഡി ചെയ്യില്ല അല്ല. അപ്പോൾ അതിനെ പേടിച്ച് നമ്മൾ ആകെ പാനിക്കായിട്ടുണ്ടാവും.
പക്ഷേ സിൻ ട്രേഡേഴ്സും ശരിക്കും പറഞ്ഞത് അത് ഒരു ലോങ് ടൈം മാറ്റി വെച്ചോളണം, അത് കയറിക്കോളും. അത് വെറും മണ്ട സ്റ്റോക്സ് അല്ല പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റിൽ പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും കയറിക്കോളും. അത് ബിറ്റ് കോയിൻ്റെ കേസ് അങ്ങനെ തന്നെ വരുന്നത്. ബിറ്റ് കോയിൻ എൻ്റെ അഭിപ്രായത്തിൽ സ്ട്രക്ചർ കൊള്ളാം, ഞാൻ പറയുന്നത് ഇപ്പോഴും അതിൻ്റെ ചാർട്ടിൻ്റെ സ്ട്രക്ചർ കൊള്ളാം, ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ SIP സ്റ്റാർട്ട് ചെയ്യാൻ സ്ട്രക്ചർ കൊള്ളാം. പക്ഷേ ഈ ബാക്കിലെ സ്റ്റോറികളിൽ ഇപ്പോൾ ഈ എപ്സ്റ്റീൻ ഫയൽസ് അതുപോലെ തന്നെ ഈ വാറിൻ്റെ കുറേ ഇഷ്യൂസ് ഒക്കെ അല്ലേ, അതൊക്കെ എന്താണെന്ന് അവസ്ഥ അറിയില്ല. ഇപ്പോൾ ഈ ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞ ഒരു ടീമാണ് ബിറ്റ് കോയിനെ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ ആദ്യം വലിയ എമൗണ്ട് സെല്ല് ചെയ്ത് മാറി, ഇപ്പോൾ അവർ വീണ്ടും മേടിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞ് ന്യൂസ് കേൾക്കുന്നുണ്ട്. എപ്പോഴും ബിറ്റ് കോയിൻ ഇതിൽ കുറെ റൂമറുണ്ട്, എന്താ കാര്യം കൃത്യമായിട്ട് പറയാം. ഇത്രേ ഉള്ളൂ. അത് ഇപ്പോൾ ഒരു ഇതുണ്ട്, ഇപ്പോൾ ഈ വാർ നടക്കുന്നില്ലേ, ഇപ്പോൾ എല്ലാ വാറിനും മുന്നേ എങ്ങനെയാണ് നമുക്ക് കടം കിട്ടാൻ എളുപ്പമായിരിക്കും, ലോൺ കിട്ടാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു 1000 ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 100 ചെയ്യാൻ പറ്റും. കറക്റ്റാണ് പറഞ്ഞത്, 1000 ഇൻവെസ്റ്റ്മെൻറ്റ് 100 ചെയ്യാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു 10,000 സ്റ്റോക്ക് മേടിക്കണി നമുക്ക് ഒരു 5,000 ഉണ്ടായാൽ മതി. 10,000 സ്റ്റോക്ക് കൂടി 5,000 വേണ്ട, 1,000 ഉണ്ടായാൽ 2,000 ഉണ്ടായാൽ മതി. നമുക്ക് 10,000 സ്റ്റോക്ക് മേടിച്ചാൽ പറ്റും. ബാക്കി ബ്രോക്കർ നമുക്ക് ലിവറേജ് തരും. പുതിയ സ്കീമാണ്, ബ്രോക്കർ നമുക്ക് ലിവറേജ് തരും അല്ലേ. അപ്പോൾ അത്രയും ഈസി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിൽ വലിയൊരു ഫണ്ട് ഉണ്ട് ഇതിന്. ഇത്ര വലിയ ക്രാഷ് സ്വാഭാവികമാണ് മാർക്കറ്റിനൊക്കെ, പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റൊക്കെ. ഒരു ഇന്ത്യ പാകിസ്ഥാൻ മറ്റേ ഇഷ്യൂ വന്നില്ലേ, ഒരു ചെറിയൊരു അടി വന്നില്ലേ, അപ്പം മുതലേ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ നെക്സ്റ്റ് ഡേ താഴത്തേക്ക് ഇറങ്ങി പ്രതീക്ഷിച്ചിരിക്കും. നമ്മളെല്ലാം മറിച്ച് വെച്ചിട്ടുണ്ടാവും, അവിടെ അപ്സൈഡ് കയറി പോയിട്ടുണ്ടാവും. യാതൊരു ഡൗൺ സൈഡും വരാതെ ഗ്യാപ്പബിൾ ഇങ്ങനെ കയറി പോകുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആൾക്കാർക്ക് അറിയാം, തിരിച്ച് എന്തെങ്കിലും ഒരു ദിവസം ഇറങ്ങും. പക്ഷെ ഇറങ്ങുന്ന ആർക്കും പറയാൻ പറ്റില്ല. അത് ഇങ്ങനത്തെ വലിയ ക്രൈസിസോ എന്തെങ്കിലും വന്നിട്ടായിരിക്കും മേ ബി താഴത്തേക്ക് ഇറങ്ങുണ്ടാവുക. പിന്നൊക്കെ ഇന്ത്യൻ മാർക്കറ്റ് ഇറങ്ങിയത് ഓൾമോസ്റ്റ് 600 പോയിന്റാണ് താഴത്തേക്ക് ഇറങ്ങിയത്. അതുപോലെ വേറൊരു സെക്ടർ ഇറങ്ങിയത് 2,500 പോയിന്റാണ് സ്റ്റാർട്ടിങ് തന്നെ താഴത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ന്യൂസ് ബേസിൽ ഇറങ്ങണതെല്ലാം തിരിച്ച് കയറാനുള്ളതാണ്. ലാസ്റ്റ് വേറെ സാധനം ലോകം ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ, അതും കൂടി പറയണേ. അല്ല വെറുതെ കൊണ്ട് അത് ഞാൻ പറയാൻ പല കാര്യം നോക്കാണ്ട് പലരും പല. ഞാൻ എന്നാണ് വേറൊരു സംഭവം അറിഞ്ഞത്. അത് പിന്നെ ഏതൊരു ഇതിന്റെ നമ്മളെ ഫ്ലൈറ്റിന്റെ ഷെയർ ഇതേപോലെ കുറഞ്ഞ പൈസക്ക് അതൊന്ന് പോയിട്ടുണ്ടായിരുന്നു ഇൻഡിക. അപ്പൊ അത് പിന്നെ പെട്ടെന്ന് മുകളിലേക്ക് കയറിയത്. അത്രേ ഉള്ളത്. അത് എടുത്തവർക്ക് വലിയ ലാഭമായി, ഷെയർ എടുത്തവർക്ക് വലിയ ലാഭമായി എന്നൊക്കെ കേട്ടു. ഉറപ്പായിട്ടും അത് ഞാനിപ്പോഴും ഇപ്പൊ ഏറ്റവും നോക്കുന്നത് ഇപ്പൊ ഞങ്ങളുടെ ഞാൻ വർക്കിനോടത്തൊക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അല്ലെങ്കിൽ മുന്നേ വർക്കിനോടത്ത് ഞാൻ മുന്നേ കൊച്ചിയിലുണ്ടായിരുന്നു. ഇവിടെ കുറെ റിട്ടയർഡ് ആൾക്കാർ വരും. ക്ലാസ്സിൽ നിന്ന് കുറച്ച് നമ്മൾ വിട്ടു പോകുന്നുണ്ടല്ലേ. ഇതുകൊണ്ട് പറയാൻ സാധിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവർ അത്യാവശ്യം റിട്ടയർഡ് ആൾക്കാരും അല്ലെങ്കിൽ ഗൾഫ് സെറ്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല വർക്കുള്ള ആൾക്കാരും. ഇവർ പൈസ ഉള്ളതിൻ്റെ ഇതിൽ ഇവർ സ്റ്റോക്കുകൾ അനാവശ്യമായിട്ടുള്ള ബൈയിങ് പ്രൈസ് മേടിച്ചിട്ടുണ്ടാവും. ഇവർ എവിടെ നിന്ന് മേടിച്ച് അവർക്കും വലിയ പിടുത്തുണ്ടാവില്ല. അത് നമ്മൾ നോക്കുമ്പോൾ എന്താ ഏറ്റവും പീക്ക് നൽകിയ ഒരു മേടിച്ചിട്ടുണ്ടാവുക, ഏറ്റവും പീക്കുന്ന്. ഈ സാധനം തിരിച്ചു കയറുമ്പോൾ എന്ന് കയറാൻ ആർക്കും പിടുത്തുണ്ടാവില്ല. ചിലർ ചെയ്യുന്ന പരിപാടി ഉണ്ട്, ഒരു 5,000 മേടിച്ചു വരികയും പൈസ ഉള്ള കാരണം ആ സ്റ്റോക്കിന് വീണ്ടും മേടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ 5,000 പറഞ്ഞ പ്രൈസ് മാറി കിട്ടും. നമ്മൾ ആദ്യം 5,100 മേടിച്ചു വരികയും പിന്നെ മേടിക്കുമ്പോൾ അത് 4,950 എത്തും നമ്മുടെ മേടിച്ച പ്രൈസ്. പിന്നെ ഒരു 100 മേടിക്കുമ്പോൾ 4,800 ആവും. അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിൽ മെയിൻ പ്രശ്നം വെച്ചാൽ നമ്മൾ ഓരോ വട്ടം ക്യാപിറ്റലിൻ്റെ ഡബിൾ അതിൽ റിസ്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്നുവെച്ചാൽ ലോസ്റ്റോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കച്ചവടത്തിൽ നമ്മൾ വീണ്ടും റിസ്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കയറാത്ത സ്റ്റോക്കുകളുണ്ട്, കയറാത്ത ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. എനിക്ക് ഇതേ ചോദ്യം ഒരുപാട് പേര് ചോദിക്കാറില്ല. ചിലവരുണ്ട് ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ കൊണ്ടോ എടുത്ത് ഒരു 500-600 എടുത്ത് മാറാൻ വേണ്ടി ട്രേഡ്സ് എടുക്കും. ഈ സാധനം അവരുടെ കയ്യിൽ ഇന്ന് ലാക്കുകൾ ലോസ് ഉള്ള ഒരാൾ എനിക്കറിയാം. കഴിഞ്ഞ ഒരാളെ പരിചയപ്പെട്ടിരുന്നു, 6 ലാക്ക് പുള്ളിക്ക് ലോസ്. പുള്ളി എന്തിനാ ഒരു റെഫറൻസ് വെച്ചാണ് അത് നമുക്ക് ഈ ഫോറക്സ് അല്ല വരുന്നത്, വേറെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ഈ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അത് പുള്ളിയാരെ വെച്ചത് ഇപ്പോൾ ഹോൾഡ് ചെയ്യണം എന്താ ചെയ്യണം വെച്ചാൽ എക്സിറ്റ് ചെയ്യണം വെച്ചു. പുള്ളിക്ക് ഇത് 58 ലാക്ക് പുള്ളിയുടെ പോർട്ട്ഫോളിയോ ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് പുള്ളിക്ക് 58 ലാക്കാണ്. അതിൽ പുള്ളിക്ക് ഈ ഒറ്റ ഇൻവെസ്റ്റ്മെന്റിൽ മാത്രം 6 ലാക്ക് പുള്ളിക്ക് ലോസ് ഉണ്ട്. അപ്പോൾ എന്ത് വെച്ചാൽ സാർ ഇതുപോലെ എക്സിറ്റ് ചെയ്യണോ അത് ഹോൾഡ് ചെയ്യണോ വെച്ചു. നമ്പർ 2 ഞാൻ പ്രിഫർ ചെയ്യില്ല. പക്ഷേ സാറിൻ്റെ എക്സിറ്റ് പോയിന്റ് ആണ്, ഇത് കറക്റ്റ് എൻട്രി പോയിന്റ് ആണ്. സാറിപ്പോൾ എന്താണ് സാറിപ്പോൾ എവിടെയാണ് എക്സിറ്റ് ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് അതാണ് കറക്റ്റ് എൻട്രി പോയിന്റ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എക്സിറ്റ് ചെയ്യാൻ പറയില്ല. പിന്നെ ഹോൾഡ് ചെയ്യാൻ സാറിൻ്റെ റിസ്ക് ആണ്. ഞാനാണെങ്കിൽ ഒരിക്കലും ഇത് എക്സിറ്റ് ഇല്ലാന്ന് പറഞ്ഞു. ആ സാധനം തിരിച്ചു കയറി അവിടുന്ന് ഓൾമോസ്റ്റ് 8-10% അപ്സൈഡ് കയറി പോയിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരെ കണ്ടിട്ടില്ല, ഞാൻ വിളിച്ചിട്ടില്ല, എന്തായിന്ന് അറിയത്തില്ല. പുള്ളി അതിന് മുന്നേ എക്സിറ്റ് ചെയ്ത് മാറിയോന്നോ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തൊന്നും ഒരു പിടുത്തമില്ല, കണ്ടിട്ടില്ല പുള്ളിനെ. പിന്നെ ആണ് എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ ട്രേഡിംഗ് ആവട്ടെ, നമ്മൾ വൺസ് അത് ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ട്രേഡിങ്ങിൻ്റെ കേസ് തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് പഠിച്ചു വരികയും
അത് കിട്ടിയ മാത്രം ട്രേഡ്സ് എടുക്കുക. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, സപ്പോർട്ടിന് മുകളിൽ സപ്പോർട്ടിന് അബോ ഇന്ന റീസൺസ് വന്ന ട്രേഡ്സ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം എന്താ അറിയോ, വൺസ് നമ്മളൊരു ട്രേഡിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ ലോക്കാം, പിന്നെ ഒന്ന് ഇറങ്ങിപ്പോലും. കാരണം എന്താ അറിയോ, നമ്മളെല്ലാവരും പ്രത്യേകിച്ച് എൻ്റെ കാഴ്ചപ്പാട് മലയാളീസ് അങ്ങനെ വെച്ചാൽ ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ട അവർക്ക് പ്രോഫിറ്റ് കിട്ടാതെ ഇറങ്ങിപ്പോരാൻ പറ്റില്ല. അവർക്ക് അത് ഇറങ്ങിപ്പോലും ബില്ലിങ് ആവൂല. അത് ആർക്കെങ്കിലും എന്തെങ്കിലും കൗണ്ടർ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കണ്ടോ? ഇതിലിപ്പോ ഈ ഇത് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലേ? ഏതില്? ഇപ്പൊ ഗ്രീനും റെഡും ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. താഴെ ഇറങ്ങുന്നുണ്ട്, മുകളിൽ കയറുന്നുണ്ട്. യെസ്, ബിറ്റ് കോയിൻ അല്ലേ? ഓക്കെ, നോക്കട്ടെ. ഇപ്പോൾ 437 69 437. യെസ്, അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് 50 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഉണ്ട്, ഒരുപാട് ടൈം ഫ്രെയിമുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇതാണ് സപ്പോർട്ട് ഉദ്ദേശിക്കുന്നത്. ഈ പിക്ചർ കണ്ടോ, ഇതിൽ താഴത്തെ ബ്ലൂ ലൈൻ കണ്ടോ, സപ്പോർട്ട് അല്ലേ? കണ്ടിന്യൂസ്ലി മാർക്കറ്റ് ആ ലെവൽ സപ്പോർട്ട് എടുക്കുന്നു അല്ലേ? മാർക്കറ്റ് കണ്ടിന്യൂസ്ലി സപ്പോർട്ട് എടുക്കുന്നു. നമുക്കത് ഇവിടുന്ന് ഒരു സപ്പോർട്ട് 1-2 ടച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയണ്ടാവുള്ളൂ. നമുക്കിത് ഇവിടെ മുതൽ അറിയണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു സപ്പോർട്ട് ഡ്രോ ചെയ്യുമ്പോൾ, സപ്പോർട്ട് വരയ്ക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് മിനിമം 2 ടച്ചെങ്കിലും അതിൽ വേണം. മിനിമം അതിൽ 2 ടച്ചെങ്കിലും അതിൽ വേണം, എന്നാൽ മാത്രമേ സപ്പോർട്ട് വാലിഡ് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ട്രേഡ്സ് എടുക്കുക, 3ാമത്തെ വട്ടം അതിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കയറാൻ ചാൻസ് ഉണ്ട് അർത്ഥം അല്ലേ? ഇപ്പോൾ ഒരു മാർക്കറ്റ് ഫോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് കയറാൻ ഉറപ്പുണ്ടെങ്കിൽ കയറാൻ ചാൻസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, നമ്മൾ ആരുമല്ല മാർക്കറ്റിന് മൂവ് ചെയ്യുന്നത് വലിയ പ്ലെയേഴ്സാണ് അല്ലേ? അപ്പോൾ ഒരേ പ്രതലത്തിൽ അല്ലെങ്കിൽ ഒരേ ഒരു ഏരിയയിൽ മാർക്കറ്റ് 2 വട്ടം ബൗൺസ് ബാക്ക് ചെയ്താൽ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തെ വട്ടം അവിടെ തിരിയാൻ ചാൻസ് ഉണ്ട്. 3ാമത്തെ വട്ടം മാർക്കറ്റ് അവിടെ തിരിയാൻ ചാൻസ് ഉണ്ട് അർത്ഥം. ക്ലിയർ അല്ലേ? ഓക്കെ, ട്രേഡ് ഉണ്ടാവുന്ന നോക്കുന്നേ ജസ്റ്റ്. ഓക്കെ, അതുപോലെ റെസിസ്റ്റൻസ് ആവട്ടെ ഉണ്ടോ, ഒരേ ലെവലിൽ 2 വട്ടം മാർക്കറ്റ് വീണു, അല്ലെങ്കിൽ 1 വട്ടം താഴത്തേക്ക് വീണു. ഹലോ, ഇതിലിപ്പോ സപ്പോർട്ട് വെച്ചതാ? നിങ്ങൾക്ക് ഇപ്പോഴും ചാർട്ടാ കാണുന്നല്ലേ? സോറി. ഓക്കെ, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പറയാൻ ഉദ്ദേശിച്ചോ. അപ്പൊ ഇത് കണ്ടോ, അപ്പൊ ഇതില് ഇതാണ് സപ്പോർട്ട് അല്ലേ? സപ്പോർട്ട് ഇതിൽ 1-2 വട്ടം ഇതേ ലെവലിൽ നിന്ന് അപ്സൈഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് 3ാമതും ഇവിടുന്ന് അതേ ഒരു മൊമെന്റം പ്രതീക്ഷിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ട്രേഡ്സ് എടുക്കുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ ഇടയിൽ കയറി എൻട്രി എടുക്കില്ല. കാരണം നമുക്കറിയാം ഇവിടെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. മാർക്കറ്റ് പ്രീവിയസ്ലി 2 വട്ടം അവിടെ നിന്ന് ഒരു ബൗൺസ് ബാക്ക് ചെയ്താണ്. അപ്പോൾ അതേ ഒരു ബൗൺസ് ബാക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യും നമ്മൾ. അപ്പോൾ ഇവിടുന്ന് അപ്സൈഡ് ട്രേഡ് സൈഡിൽ നോക്കാം. ക്ലിയർ അല്ലേ? റെസിസ്റ്റൻസ് ആവട്ടെ, നമ്മൾ ഇവിടെ ട്രേഡ് എടുത്തു അല്ലേ? ഇപ്പോൾ റെസിസ്റ്റൻസ് ആവണമെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂസ്ലി റിജക്ട് ചെയ്യുന്ന ലെവൽസ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ആർക്കും അവിടെ നിന്ന് ആ മാർക്കറ്റിന് അപ്സൈഡ് കയറ്റി വിടുന്നില്ല, അവിടെ നിന്ന് ആകെ സെല്ല് താഴത്തേക്ക് ഇറക്കാണ്. അതാണ് ഇവിടെ ഉണ്ടോ, മാർക്കറ്റ് ഒരു വട്ടം താഴത്തേക്ക് വീണു അല്ലേ? 2ാം വട്ടം എഗെയിൻസ്റ്റ് അവിടെ താഴത്തേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റെസിസ്റ്റൻസ് ലെവലിൽ ആക്ട് ചെയ്യാം. ഇതൊക്കെ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുപോലെ മാർക്കറ്റിൽ വൺസ് ഉണ്ടാകുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ലെവൽ സപ്പോർട്ടായിട്ട് മാറും. പഴയ റെസിസ്റ്റൻസ് പുതിയ സപ്പോർട്ടായിട്ട് മാറും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കുറച്ച് അധികം പിക്ചർ കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾസും കാണിച്ചു തരാം. അപ്പോൾ ക്ലിയർ ആവും. അത് ഇത് കണ്ടോ, ഇതാണ് റെസിസ്റ്റൻസ് ലെവല്, ഇതാണ് റെസിസ്റ്റൻസ് ലെവല്. ക്ലിയർ അല്ലേ? അല്ലേ? താഴെ സപ്പോർട്ട് ലെവല്, താഴെ സപ്പോർട്ട് ഇവിടുന്ന് താഴത്തേക്ക് വീണു. അപ്പൊ നമുക്കറിയാം, പിന്നെ മാർക്കറ്റ് ഇവിടുന്ന് അപ്സൈഡ് മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓൾറെഡി ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വീഴുന്നതാണ്. അപ്പൊ അതേ ഒരു ഫാൾ ഇവിടുന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ഷുവർ അല്ല, മേ ബി വരാൻ ചാൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, വീണ്ടും കണ്ടോ മാർക്കറ്റ് ഇത്രയും കയറി നിൽക്കുന്നു അല്ലേ? ഇത്രയും കയറി നിൽക്കുന്നു, ഇവിടുന്ന് താഴത്തേക്ക് വീണിട്ടില്ല. പക്ഷെ നമ്മളെന്താ പറയുക, ഇത് ഇവിടുന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഓൾറെഡി മാർക്കറ്റ് 2 വട്ടം അതേ ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് വീഴുന്നതാണ്. അതുകൊണ്ട് 3ാമതും അവിടുന്ന് മാർക്കറ്റ് വീഴാൻ ചാൻസ് ഉണ്ടെന്ന് അർത്ഥം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നമ്മൾ ഇപ്പൊ ഈ ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവലിന്റെ കണ്ടോ, നമ്മളിപ്പോ മാർക്കറ്റ് താഴോട്ട് പോയെന്ന് പറഞ്ഞില്ലേ, താഴോട്ട് പോയില്ലേ? അതിന് 2ാമതും അതേപോലെ തന്നെ ഇപ്പുറത്തുണ്ട് ഒരു മഞ്ഞ അവിടെ താഴെ. ആ ഒരു ടൈം ഫ്രെയിം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാകുന്നത്? ഓക്കെ, അത് ഇപ്പം പറഞ്ഞുതരാൻ കുഴപ്പമില്ല. അത് നമ്മളിപ്പോഴും ഒരു ഹയർ ടൈം ഫ്രെയിം ചൂസ് ചെയ്യും.
ഇപ്പോൾ 30 മിനിറ്റ്സ് അല്ല, 30 മിനിറ്റ്സ് കൺസിഡർ ചെയ്യാം. 30 മിനിറ്റ്സ് നമ്മൾ ഇങ്ങനത്തെ ഒരു സിംറ്റംസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളത് 50 മിനിറ്റ്സ് 5 മിനിറ്റ്സ് നോക്കിയിട്ട് എൻട്രി എടുക്കുക. അപ്പോൾ ഇന്ന് ഞാനൊരു ലൈവ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇന്ന് ഇവിടെ ഒരു സ്റ്റുഡൻറ്റിന് കൊടുത്ത ട്രേഡാണിത്. ഈ ട്രേഡ് ഉണ്ടോ? ഈ ചാർട്ട് ഉണ്ട്, CHF JPY ചാർട്ട് കാണുന്നില്ലേ അല്ലേ? ഇതിൽ മാർക്കറ്റിൽ ഇതിലെവിടെ റെസിസ്റ്റൻസ് വരുന്നത്? ഇതിൽ മാർക്കറ്റ് ഒരു വട്ടം ഇവിടെ നിന്ന് താഴത്തേക്ക് വീഴുന്നതാണ് അല്ലേ? അല്ലേ? അതേ ഒരു ലെവലിൽ എത്തുമ്പോൾ ഒരു സെൽ ഓഫ് പ്രതീക്ഷിക്കാം. അതേ ഒരു ലെവലിൽ സെൽ ഓഫ് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ എന്താ ഈ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ കണ്ടോ നല്ല സ്ട്രെങ്ത് ഉള്ള കാര്യം ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാർ തോന്നിപ്പിച്ചു. മാർക്കറ്റ് അപ്സൈഡ് ബ്രേക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും അവർ വിശ്വസിപ്പിച്ചു അല്ലേ? 1-2 അവറിൽ ബ്രേക്ക് ചെയ്യുന്ന തോന്നിപ്പിച്ചു. ആ 2 അവറിൽ ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ കണ്ടോ, വന്ന ക്യാൻഡിൽ കണ്ടോ? ഇത് ഫോറക്സ് ആയിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്യാൻഡിലാണ്. നമ്മൾ ഒരിക്കലും ഒരു റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് മാർക്കറ്റ് താഴത്തേക്ക് വീഴുന്ന എവിടെയും പറയുന്നില്ല കേട്ടോ. റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് മാർക്കറ്റ് താഴത്തേക്ക് വീഴുന്ന എവിടെയും പറയുന്നില്ല. റെസിസ്റ്റൻസിൽ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ക്യാൻഡിൽസിൻ്റെ സ്ട്രക്ചർ നോക്കും. ഗ്രീൻ ക്യാൻഡിൽ, റെഡ് ക്യാൻഡിലല്ലേ? റെഡ് ക്യാൻഡിൽ പറയുമ്പോൾ ഡൗൺ സൈഡ്, ഗ്രീൻ ക്യാൻഡിൽ പറയുമ്പോൾ അപ്പ് സൈഡ്. അപ്പോൾ റെഡ് ക്യാൻഡിലിൻ്റെ ബിഹേവിയർ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ വിളിക്കുന്ന പേര് ബെയറിഷ് എൻഗൾഫിംഗ് എന്ന്. ക്യാൻഡിൽസ് ഒന്നും എടുക്കുന്നില്ല, ഇപ്പോൾ ഇത് പറഞ്ഞുതരാം. എന്നാലും ബെയറിഷ് എൻഗൾഫിംഗ് ആണ് ഈ ക്യാൻഡിൽ വരുന്നത്. ഫോറക്സിൽ അല്ലെങ്കിൽ നല്ല വിന്നിങ് റേറ്റുള്ള ക്യാൻഡിലാണ് ഈ കാണുന്നത്. ബെയറിഷ് എൻഗൾഫിംഗ് നമ്മുടെ സിലബസിൽ അതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സിലബസിൽ അതുണ്ട്, അല്ലെങ്കിൽ ഗ്യാപ്പ് വന്നിരിക്കുന്നത് ഇതാണോ? ഇതാണോ ഇന്നത്തെ ഓപ്പണിംഗ് ആണത്? ഇന്ന് രാവിലത്തെ ഓപ്പണിംഗ് ആണത്. ഞാൻ പറഞ്ഞില്ല ന്യൂസ് ബേസിലെല്ലാം അവിടുന്നാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ക്യാൻഡിൽ കൂടി പരിചയപ്പെടുത്തണമെന്ന്. അപ്പോൾ ഭയങ്കര വിന്നിങ് റേറ്റിലെ ക്യാൻഡിലാണ് കാണുന്നത്. ഇത് കണ്ടോ? ഈ ഒരു ക്യാൻഡിൽ കണ്ടോ? ഇവിടെ 1, 2, 4ാമത്തെ ക്യാൻഡിൽ ബെയറിഷ് എൻഗൾഫിംഗ്. അത് നമ്മുടെ ബെയറിഷ് ഇത് കണ്ടോ, ഹെഡിങ് കണ്ടോ, ബെയറിഷ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ്. ആ ഒരു ക്യാൻഡിൽ മാർക്കറ്റിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് മാർക്കറ്റ് അപ്സൈഡ് മൂവ് ചെയ്യുന്നത്, നെക്സ്റ്റ് മുതൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഡൗൺ സൈഡ് ആയിരിക്കും എന്ന് പറയുന്നത്. ആ ഒരു ക്യാൻഡിൽ നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മുതൽ മാർക്കറ്റ് ഡൗൺ സൈഡ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അത് എവിടെ, അത് നമ്മൾ വെറുതെ അപ്പോൾ അത് മാർക്കറ്റിൽ എവിടെയെങ്കിലും വന്നിട്ട് കാര്യമില്ല. അതിനൊരു ഒരു ക്രൈറ്റീരിയ ഉണ്ട്. മാർക്കറ്റിന്റെ റെസിസ്റ്റൻസിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് റെസിസ്റ്റൻസിൽ എത്തിയതിന് ശേഷം റെസിസ്റ്റൻസിൽ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ സൈഡ് മൂവ് ചെയ്യാൻ ചാൻസ് ഹൈയാണെന്ന് പറയുന്നത്. ഓക്കെ ആണോ? അല്ലേ? ആ റെസിസ്റ്റൻസിലാണ് ഈ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു നിങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങൾ സ്റ്റുഡൻസ് ആണല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു ട്രസ്റ്റിൻ്റെ ഇഷ്യൂ വരാൻ ചാൻസ് ആയാണ്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു പ്രൂഫ് കൂടി കാണിച്ചു തരാം, ജസ്റ്റ് വെറുതെ. നമ്മുടെ സ്റ്റുഡൻ്റ് ആണ് കണ്ടോ, പുള്ളിക്കാരത്തി ഉച്ചക്കേനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. 1:30 ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. CHF JPY വാച്ച് എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ട്രേഡ് ചെയ്യണം സെൽഫായിട്ട് അല്ലേ? ചാറ്റ് കാണുന്നില്ലേ? പുള്ളിക്കാരത്തി നോക്കിയിരുന്നു, പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടോ, CHF JPYയുടെ റീസൺസ് കറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. റെസിസ്റ്റൻസിൽ കണ്ടോ, ഇങ്ങനെ കറക്റ്റ് റീസൺസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ നമുക്കിതിൽ കണ്ടോ TP ഇതാ ഇവിടുന്ന് ട്രേഡ് കൊടുത്തിട്ടുണ്ട്. ഇന്ന പോയിന്റ് ടാർഗറ്റ് വയ്ക്കാം, ഇന്ന പോയിന്റ് SL വയ്ക്കാം, കറക്റ്റ് ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അത് വൈകുന്നേരം കൊടുത്ത് 3:04 കൊടുത്ത് 3:08 അല്ല സോറി 5:00 6 മണിയാകുമ്പോൾ പ്രോഫിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇത് അയച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരത്തി ക്ലിയർ ആയത്. ഇത് അയച്ചു കൊടുത്തപ്പോൾ അത് ഈ സ്ക്രീൻഷോട്ടിന് അടുത്ത് കറക്റ്റ് അനാലിസിസ് അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ക്ലിയർ ആയിട്ട് ഒരു മെസ്സേജ് അയക്കുകയും ചെയ്തു. പക്ഷെ നിങ്ങൾക്കിത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇത് കറക്റ്റ് പറഞ്ഞു തന്നാലും കുറച്ച് ക്ലിയർ ആവാൻ ടൈം എടുക്കും.
അപ്പോൾ അതാണ് എപ്പോഴും പറയുന്നത്, നിങ്ങൾ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് വെച്ചാൽ എപ്പോഴും ഒരു വർക്ക് തന്നാൽ അത് പരമാവധി ചെയ്യാൻ നോക്കണം എപ്പോഴും. അപ്പോൾ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമുക്ക് പറ്റും. ഇൻവെസ്റ്റിഗേഷൻ ചോദിച്ചോട്ടെ, നമ്മൾ ഈ ട്രേഡ് ചെയ്യുമ്പോൾ ഈ ചാർട്ട് കാണുമോ, നമുക്ക് കാണാൻ സാധിക്കുമോ? ഷുവർ, ഉറപ്പായിട്ടും. ഓക്കെ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി കുറച്ച് സപ്പോർട്ടേഴ്സ് ഒന്ന് വരയ്ക്കാം. അതിന് വൈൻഡ് അപ്പ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു അടുത്ത ചാർട്ട് എടുക്കാം. ഇത് AUD JPY ആണ്. എപ്പോഴും 4 hourൽ നോക്ക്, 4 hour 2 hour 30 minutes ആയിട്ട് ചാർട്ടിൽ സപ്പോർട്ടേഴ്സ് എന്ന് വരയ്ക്കാൻ നോക്കണം. ചിലത് കാണാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ ജസ്റ്റ് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇത് GBP JPY പറഞ്ഞ ട്രേഡ് മാർക്കറ്റാണ്. GBP JPY ഇതിൽ സപ്പോർട്ടിലും കാണാൻ, സപ്പോർട്ടർ റെസിസ്റ്റൻസോ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്ക്? റെസിസ്റ്റൻസ് പറയുമ്പോൾ കണ്ടിന്യൂസ് മാർക്കറ്റ് താഴത്തേക്ക് വീഴുന്ന ഒരു ഏരിയ. ഞാൻ വരച്ച് കാണിക്കാം, അത് തന്നെയാണെന്ന് ജസ്റ്റ് പറയണേ. ഓക്കെ, ഇത് റെസിസ്റ്റൻസ് അല്ലേ? അതെ, രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ആ, അല്ലേ? ഇത് റെസിസ്റ്റൻസ് ആയിരുന്നു അല്ലേ? ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു. ആ റെസിസ്റ്റൻസ് ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അല്ലേ? പിന്നെ എന്തായിട്ട് മാറി? സപ്പോർട്ടായിട്ട് മാറി അല്ലേ? സപ്പോർട്ടായിട്ട് മാറി അല്ലേ? ഇവിടെ മുതൽ ട്രേഡ്സ് എടുക്കാമല്ലോ നമുക്കിതില് അല്ലേ? ഇവിടെ നിന്ന് അപ്സൈഡ് കയറി പോയിട്ടില്ല, ഇവിടെ ഈ പോയിന്റ് അപ്സൈഡ് കയറി പോയിട്ടില്ലേ? അതിന് ഈ ട്രേഡ് ഷെയർ ചെയ്ത് ഇതൊക്കെ മേ ബി ടാർജറ്റ് ഇവിടെ വയ്ക്കാത്തില്ല, പിന്നെ ടാർജറ്റ് ഇവിടെ വയ്ക്കാത്തില്ല. GBP USD GBP JPY നല്ല ട്രേഡ്സ് ആണ് ഇതൊക്കെ. ബ്രേക്ക്, അപ്പോൾ ഇതിന് വിളിക്കുന്ന പേര് ഈ ഏരിയ ഉണ്ടോ, റെസിസ്റ്റൻസ് മാർക്കറ്റ് ഫെയിലിയർ ആവുന്ന ഒരു ഏരിയ ആണ് അല്ലേ? അത് ശക്തമായി ബ്രേക്ക് ചെയ്തതിന് അതിന് വിളിക്കുന്ന പേര് ബ്രേക്ക് ഔട്ട് എന്ന് വിളിക്കുക. ബ്രേക്ക് ഔട്ട്, ഇത് ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ്, ഇത് ബ്രേക്ക് ഔട്ട്, ഇത് ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ്. ക്ലിയർ അല്ലേ? ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് എന്ന് വിളിക്കും. റീടെസ്റ്റ്. ഓക്കെ, അതുപോലെ ഇത് കണ്ടോ, ഇതിൽ റെസിസ്റ്റൻസ് പറയും. ഇവിടെ കണ്ടോ, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. കണ്ടോ, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ കാണുന്നത് അല്ലേ? അപ്പോൾ എപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ ക്യാൻഡിൽ ഇതിങ്ങനെ ക്ലോസ് വരാതെ നോക്കുക മേലെ. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ മാർക്കറ്റ് ഒരു വട്ടം ഇവിടെ നിന്ന് താഴത്തേക്ക് വീണു അല്ലേ? മാർക്കറ്റ് ഒരു വട്ടം ഇവിടെ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് വീണു അല്ലേ? അഗൈൻ ഇവിടുന്ന് താഴത്തേക്ക് വീണു, ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വീണു അല്ലേ? അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാമല്ലോ. മൂന്നാമതും അതേ ഒരു ലെവലിൽ എത്തിക്കാൻ മാർക്കറ്റ് താഴത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്, മനസ്സിലാക്കാമല്ലോ അല്ലേ? മൂന്നാമതും അതേ ലെവലിൽ മാർക്കറ്റ് എത്തി അല്ലേ? തിരിച്ച് മാർക്കറ്റ് താഴത്തേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ബെയറിഷ് ക്യാൻഡിൽസിൽ നേരത്തെ ഒരു ക്യാൻഡിൽ പറഞ്ഞുള്ളൂ അല്ലേ? അതിൽ 8 ക്യാൻഡിൽസ് ഉണ്ട്. ആ 8 ക്യാൻഡിൽസിൽ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഡൗൺ സൈഡ് മൂവ് ചെയ്യാനുള്ള ക്യാൻഡിലാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ് സൈഡിൽ നോക്കാം. അതെങ്ങനെ മനസ്സിലാക്കാൻ അതിന് ക്യാൻഡിൽസ് പഠിക്കാണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്യാൻഡിൽ. ഇപ്പം ഇതിൽ തന്നെ പറയാം. നമുക്ക് ഇവിടെ കണ്ടോ, നമ്മൾ നേരത്തെ ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നില്ല ഇവിടെ കണ്ടോ? ലാസ്റ്റ് ഒന്ന് ഗ്രീൻ ക്യാൻഡിൽ മുഴുകിക്കൊണ്ട് പുതിയ റെഡ് ക്യാൻഡിൽ വന്ന അതാണ് ബെയറിഷ് എൻഗൾഫിംഗ്. അപ്പോൾ ക്യാൻഡിൽസിൻ്റെ ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ് എടുത്തരാം. അപ്പോൾ അതിന് മുന്നേ സപ്പോർട്ട് റെസിസ്റ്റൻസ് പക്കയാക്കണം. അപ്പോൾ ഇന്ന് ജസ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്കും അത്ര ഒരുമിച്ചിരുന്ന് കാണിച്ചു തരാൻ പറ്റിയില്ല, ഒരുപാട് സ്റ്റോക്കിൽ കാണിച്ചു തരാൻ പറ്റില്ല, അല്ലെങ്കിൽ പേഴ്സിൽ ചാർട്ടിൽ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്തായാലും സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു ഉപയോഗം മനസ്സിലായില്ലേ, അല്ലെങ്കിൽ അതിന്റെ ബ്യൂട്ടി മനസ്സിലായില്ലേ? ട്രേഡ്സ് പെട്ടെന്ന് കിട്ടും നമുക്ക് അതിൽ. ഇത് പിന്നെ മ്യൂട്ടായി പോയിട്ടോ, മ്യൂട്ടായി പോയില്ലേ? ജസ്റ്റ് മിനിറ്റ്. ഇബ്രാഹിം സാർ ഒറ്റ മിനിറ്റ്, മൈക്ക് മ്യൂട്ടാണ്. ഓക്കെ. ഇബ്രാഹിമിന്റെ മൈക്ക് മ്യൂട്ടാണ്. ഒറ്റ മിനിറ്റ് സാർ, ഒറ്റ മിനിറ്റ്. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് സപ്പോർട്ട് റെസിസ്റ്റൻസ് അത്ര ക്ലിയർ ആയി നിങ്ങൾക്ക് ഒരുമിച്ച് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാം എന്തായാലും. ഇപ്പോൾ എന്തായാലും ചെറിയൊരു ഡെഫിനേഷൻ കിട്ടിയില്ല അതിന്റെ സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അല്ലേ? അപ്പോൾ അതിന്റെ യൂസേജ് ഞാൻ 2 ട്രേഡ്സ് കാണിച്ചു തന്നു, ഇവിടുത്തെ 2 ട്രേഡ്സിൽ കാണിച്ചു തന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ ഒന്ന് നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോൾ തന്നെ? അപ്പോൾ ഞാനും പറ്റുമെങ്കിൽ ഗ്രൂപ്പിൽ സ്റ്റോക്സ് വെറുതെ ചാർട്ടുകൾ ഷെയർ ചെയ്യാം, വരച്ചിട്ട് ചാർട്ടുകൾ ഷെയർ ചെയ്യാൻ.
ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ക്ലാസ് വൈൻഡ് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഏറ്റവും വേണ്ടേ. ഓക്കെ. ആ സിറിൽ സാർ കയറിയിട്ടുണ്ടായിരുന്നു അല്ലേ? സാർ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ലേ? ലീവ് ആയിരുന്നു അല്ലേ? പെട്ടുപോയി, പണിയുണ്ടത്, പെട്ടുപോയി, കേൾക്കാൻ പറ്റിയില്ല. സപ്പോർട്ട് റെസിസ്റ്റൻസ് അവിടെ വരെ ആയുള്ളൂ. ക്യാൻഡിൽ സ്റ്റിക്സ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ക്യാൻസർ എടുക്കാന്ന് വിചാരിച്ചാൽ ടൈം ഡിലേ ആയി പോയി. എന്തൊക്കെയാണ് സപ്പോർട്ട് മാത്രം എടുത്തുള്ളൂ. സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം എടുത്തുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ചാർട്ടിൽ ഞാനും ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്തേക്കാം. നിങ്ങൾക്ക് ഒന്ന് യൂസേജ് ആവും. അതുപോലെ തന്നെ നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. നിങ്ങൾ സാർമാരുടെ ഫ്രീ ടൈമിൽ ജസ്റ്റ് എനിക്കിത് മെസ്സേജ് അയച്ചാൽ മതി. ഒരു ചാർട്ട് നോക്കിയിട്ട് വരച്ചിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. ഓക്കെ. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന എന്താണ് സപ്പോർട്ട് ഒരു ഫോറക്സിന്റെ പെയർ എടുക്കുക അല്ലേ? നിങ്ങൾ ട്രേഡിംഗ് ഒരു പ്ലാറ്റ്ഫോം എടുത്തിട്ട് അതിൽ വേറെ ഫോറക്സിന്റെ ഏതെങ്കിലും പെയർ അടിച്ചാൽ മതി. അല്ലെങ്കിൽ ഫോറക്സിന് അടിച്ചാൽ തന്നെ അതിൽ ഓൾമോസ്റ്റ് പേഴ്സ് വരും അതിൽ. അപ്പോൾ അതിലത്തെ ഏതെങ്കിലും ഒരു പെയർ എടുത്തിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുക. എപ്പോഴും 4 hour 1 day ആയിട്ട് വരച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇതിൽ 8 പേരില്ലേ, 8 പേർക്ക് ഒരു 10 minutes വെയിറ്റ് ചെയ്യാൻ പറ്റും. ഒന്നും കൂടി ബ്രീഫായിട്ട് കാണിച്ചു തരാം. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടി ട്രേഡിംഗ് വ്യൂ എടുക്കാം. ഇത് കണ്ടോ, നമ്മളൊരു പെയർ എടുത്തു, ഒരു ചാർട്ട് എടുത്തു. ഈ ചാർട്ട് കാണുന്നില്ല എല്ലാവരും? ഓക്കെ. അപ്പം അതിലത്തെ എല്ലാ ഡ്രോയിങ്സും കളയുന്നുണ്ട്. ഓക്കെ. ഇതാണ് ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോം. ഇത് എത്ര പേർക്ക് അറിയാം? ട്രേഡിംഗ് വ്യൂ നമ്മൾ ചാർട്ട് അനാലിസിസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത്. ട്രേഡിംഗ് വ്യൂ കേട്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചാർട്ട് അനാലിസിസ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ 3 ടൂൾസ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, നിങ്ങൾക്ക് ഉപകാരപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ ആവശ്യമുള്ള 3 ടൂൾസാണിത്. ഈ ലെഫ്റ്റ് സൈഡ് ടൂൾ ബോക്സ് കണ്ടോ? നിങ്ങൾ ആരും ഫോണിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരില്ലല്ലോ. ഈ പ്ലാറ്റ്ഫോം ആരും ഫോണിൽ യൂസ് ചെയ്യില്ല. എല്ലാവർക്കും ലാപ്പും കാര്യങ്ങളും ഉള്ളതല്ലേ? ഞാൻ ഫോണിലാണ്, കാരണം എന്റെ ഐപാഡിൽ അത് ഡൗൺലോഡ് ആവണില്ല. അത് എന്താണല്ലോ ഞാൻ കുറച്ച് ഫോണിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് എനിക്ക് മെസ്സേജ് ആയി കേട്ടോ. ഈ എന്തായാലും ഈ ടെർമിനൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തോ, എന്നിട്ട് മാത്രം ഡൗട്ട്സ് വരുള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ടൂൾ ബോക്സ് കണ്ടോ? അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ കണ്ടോ, ട്രെൻഡ് ലൈൻ പറഞ്ഞത്. ഈ ഏരോമാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ട്രെൻഡ് ലൈൻ, അതുപോലെ തന്നെ താഴെ ഹൊറിസോണ്ടൽ ലൈന്, ഹൊറിസോണ്ടൽ റേ കണ്ടോ? ട്രെൻഡ് ലൈന്, ഹൊറിസോണ്ടൽ ലൈന്, ഹൊറിസോണ്ടൽ റേ. ഈ 3 ടൂൾസ് നമുക്ക് ആവശ്യമുള്ളത്. ഈ 3 ടൂള്. ഓക്കെ. അപ്പോൾ ഈ 3 ടൂളിൻ്റെ യൂസേജ് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ട്രെൻഡ് ലൈൻ സെലക്ട് ചെയ്യുക. ട്രെൻഡ് ലൈൻ സെലക്ട് ചെയ്തു. ട്രെൻഡ് ലൈൻ പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം ഡ്രോ ചെയ്യാൻ പറ്റും. ആവശ്യമുള്ള ഏരിയ മാത്രം ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ ട്രെൻഡ് ലൈൻ. അതുപോലെ നമ്മൾ വരച്ച ഏതെങ്കിലും ലൈൻസിന് കളർ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇത് ഗ്രീൻ കളർ അല്ലേ, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കണ്ടോ അപ്പ് സൈഡ് ഒരു പെൻസിലിൻ്റെ ചിഹ്നം വരും. അതിൽ കൊണ്ട് കളർ മാറ്റിയാൽ മതി നമുക്ക്. റെഡായി അല്ലേ? ഇനി നെക്സ്റ്റ് ഉള്ളത് ഹൊറിസോണ്ടൽ ലൈന്. ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ ചാർട്ടിൽ എവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്താലും ആ എൻ്റയർ ചാർട്ട് ആ ലൈൻ ഉണ്ടാവും. ലെഫ്റ്റ് സൈഡ് ആവട്ടെ റൈറ്റ് സൈഡ് ആവട്ടെ, ആ എൻ്റയർ ചാർട്ട് ആ ലൈൻ ഉണ്ടാവും. ക്ലിയർ ആണോ? ലാസ്റ്റ് വൺ ഹൊറിസോണ്ടൽ റേ. ഇത് നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്തോ അവിടെ നിന്ന് റൈറ്റ് സൈഡ് മൊത്തം ആ ലൈൻ ഉണ്ടാവും. എവിടെ ക്ലിക്ക് ചെയ്തോ റൈറ്റ് സൈഡ് മൊത്തം ആ ചാർട്ട് ലൈൻ ഉണ്ടാവും അതിൽ. ഓക്കെ അല്ലേ? ഇതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാൻ 3 ടൂൾ യൂസ് ചെയ്യുന്നത്. അടുത്തൊരു CAD JPY ഇതാ, ഇത് 1 hour ടൈം ഫ്രെയിമാണ്. 1 hour ടൈം ഫ്രെയിമാണ് കാണുന്നത്. ഇതിൽ കണ്ടോ ട്രെൻഡ് ലൈൻ സെലക്ട് ചെയ്തു. ഇത് റെസിസ്റ്റൻസ് അല്ലേ? നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? ചരിച്ചുകൊണ്ട് വരയ്ക്കുന്നത് കുഴപ്പമില്ല. ഇങ്ങനെ ഉദ്ദേശിച്ച് അതാ പറഞ്ഞു. ജസ്റ്റ് അതൊക്കെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു വിഷമമുണ്ട്. സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് ഇതിന് വിളിക്കുന്ന പേര് റെസിസ്റ്റൻസ്.
ഇങ്ങനെ ചെരിച്ച് വരച്ച ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് വരയ്ക്കും. കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ് ഒന്നുമില്ല, ഇത് മാത്രമേ സപ്പോർട്ട് റെസിസ്റ്റൻസും ക്യാൻഡിൽസും മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് എന്തായാലും ജസ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എന്തായാലും വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ കണ്ടോ, ഇത് കണ്ടോ, ഇത് ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്, കുത്തനെ കയറി പോയിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഇതാണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട്. ഇതാണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് വരുന്നത്. ഇത് ജസ്റ്റ് വെറുതെ വരച്ച് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇന്ന് നോർമൽ ഇതാ ഈ സ്ട്രൈറ്റ് പോകുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലേ, ഇങ്ങനെ സ്ട്രൈറ്റ് പോകുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, അത് വരച്ചാലും മതി. ഇപ്പം നെക്സ്റ്റ് ഡേ അതിന് ബാക്കിനെ കംപ്ലീറ്റ് ചെയ്യാം എന്തായാലും. ഓക്കെ, ഒരു ചാർട്ട് കൊണ്ട് ജസ്റ്റ് വെറുതെ നോക്കി നോക്കാം. നമുക്ക് കുഴപ്പമൊന്നുമില്ല, സമയമല്ലേ ഇതിൽ? കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ കണ്ടോ മുകളിൽ ടൈം ഫ്രെയിംസ് കണ്ടോ, ഇവിടെ ഒരുപാട് ടൈം ഫ്രെയിം ഉണ്ടോ, 3 മിനിറ്റ്സ് 5 മിനിറ്റ്സ് 1 അവർ അല്ലേ. അപ്പോൾ ഇതിലെപ്പോഴും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എപ്പോഴും വലിയ ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നത് നല്ലത്. കാരണം നമ്മൾ ഒരു 1 മിനിറ്റ് ഇടുമ്പോൾ 1 അവറിൻ്റെ ക്യാൻഡിൽ 1 മിനിറ്റ് ആക്കുമ്പോൾ 60 ക്യാൻഡിൽസ് വരും അല്ലേ. അന്ന് ഫസ്റ്റ് ക്ലാസ് പറഞ്ഞ പോലെ തന്നെ ക്യാൻഡിൽസിന് എണ്ണം കൂടുന്തോറും നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. നമുക്കൊരു സാധനം എത്രത്തോളം അതിൻ്റെ ക്വാണ്ടിറ്റി കുറയുന്നു അതാണ് നമുക്ക് ഈസി. അപ്പോൾ ഇതിൽ NSD JPY നല്ല 1 അവർ ടൈം ഫ്രെയിമിൽ നല്ല ട്രേഡ്സ് ഉണ്ട്. ഏതൊരു ചെറിയ കുട്ടിക്ക് വരെ ട്രേഡ് ചെയ്യാൻ പറ്റും, അത്രയും നല്ല ട്രേഡാണ്. ഞാനിത് നോക്കിയിട്ടില്ല. ഇത് കണ്ടോ, ഇപ്പോൾ കണ്ടതാണ് സ്ട്രോങ് സപ്പോർട്ട് അല്ലേ അല്ലേ. തൊട്ട് മുകളിൽ തന്നെ ഫ്ലാറ്റ് റെസിസ്റ്റൻസ് ഇരിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട്. ഇതിനെ വിളിക്കുന്ന ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട്. ഇത് ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് അല്ലേ. ഇവിടെ ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ് വരുന്നത്. ആ, അത് പഴയ റെസിസ്റ്റൻസ് പോയി സപ്പോർട്ടായി. ഇപ്പോൾ പറയും ഇത് ഇവിടെ കയറിയതുകൊണ്ടല്ലേ ഇത് എൻട്രി പോയിന്റ് പറയാൻ കാരണം പറയും അല്ല, ഒരിക്കലും നമുക്ക് ഈ ബ്രേക്ക് ഔട്ടിൽ എൻട്രി ഇല്ല. ബ്രേക്ക് ഔട്ട് റീടെസ്റ്റിൽ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. ആ ഒരു കോൺസെപ്റ്റിൽ ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ് വരുന്നത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചാർട്ട് നോക്കാം. GBP AUD ഇതൊക്കെ ക്രോസ് പേഴ്സ് വരുന്നത്. അപ്പോൾ അത്ര നല്ല ട്രേഡ്സ് കിട്ടാൻ ചാൻസ് കുറവാണ്. നോക്കിയാൽ എന്തായാലും വാച്ച് ചെയ്യാം. ഇത് കണ്ടോ GBP NSD ഒരു വട്ടം മാർക്കറ്റ് ഇവിടുന്ന് 1 സൈഡ് കയറിയിട്ടുണ്ട് അല്ലേ. ഒരു വട്ടം ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് കയറിയിട്ടുണ്ട്. വീണ്ടും അത് നല്ല സ്ട്രെങ്ത്തിൽ അപ്സൈഡ് പോയിട്ട് കണ്ടോ, വീണ്ടും മാർക്കറ്റ് അതേ ലെവലിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്തു അല്ലേ. അപ്പോൾ ഇതൊരു മേജർ ലെവൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ മേജർ ലെവലാണ്. മാർക്കറ്റ് എപ്പോഴൊക്കെ ഇവിടെ എത്തിയോ ഇവിടുന്ന് തിരിച്ചു കയറാൻ ചാൻസ് ആയി എന്നർത്ഥം. GBP NSD ഓക്കെ അല്ലേ. ഇവിടെ കണ്ടോ ഇതിന് മുകളിൽ തന്നെ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഇരിക്കുന്നുണ്ട്. കൺസിഡർ ചെയ്യാം അല്ലേ. ഇത് ഓക്കെ അല്ലേ, ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഓക്കെ അല്ലേ. യെസ്. ഇതെന്തായാലും സംഭവിച്ചോടെ. ഇത് കണ്ടോ, ഇതിവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു അല്ലേ. ഇത് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ഇവിടുന്ന് ഇവിടം വരെ ഇത് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു അല്ലേ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. പക്ഷേ ഇന്നത്തെ മാർക്കറ്റിന് ന്യൂസ് കാരണം മാർക്കറ്റ് നല്ല ഫോൾ ചെയ്തു കണ്ടോ. ഇന്നലെ വെള്ളിയാഴ്ച മാർക്കറ്റ് 2:30 ക്ലോസ് ചെയ്യുമ്പോൾ ഇതിന് മേലെ ക്ലോസ് ചെയ്ത്. ഇതാണ് ക്ലോസിംഗ് അതിൻ്റെ കണ്ടോ. ഫ്രൈഡേ താഴെ ഡേറ്റ് ഉണ്ടോ, February 26, 2026 ഫെബ്രുവരി ഡേറ്റ് കണ്ടില്ല ഇതിൽ. ഇത് കണ്ടോ, ഈ ഒരു ക്യാൻഡിലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 2027 23.33 ക്ലോസ് ചെയ്ത്. 23 പറയുമ്പോൾ 2:30 അല്ലേ. 11:00 ഇന്ത്യൻ സമയം വരുന്നത്. അത് കണ്ടോ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് കണ്ടോ, ഗ്രീൻ ഇവിടെ ഓപ്പൺ ചെയ്ത്. ആ ദിവസം ഇവിടെ വെള്ളിയാഴ്ച ഇവിടെ ക്ലോസ് ചെയ്ത മാർക്കറ്റ് നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്ത് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പം അവസ്ഥ ആലോചിച്ചോക്ക്, ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്തൊരു അവസ്ഥ ആലോചിച്ചോക്ക് അല്ലേ. അതാണ് വാർ ജസ്റ്റിങ്ങിൻ്റെ എന്തെങ്കിലും മാർക്കറ്റ് ക്രൈസിസ് നടക്കുമ്പോൾ ഒരിക്കലും ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്ത് പറയാൻ കാരണം. അതെ, ഇത് കണ്ടോ, ഇതാണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട്. എപ്പോഴൊക്കെ മാർക്കറ്റ് ഈ ലൈനിലോട്ട് വന്നിട്ടുണ്ടോ ഇവിടെ തിരിച്ച് കയറി പോയിട്ടുണ്ടാവും. ഇതുണ്ടോ, ഇവിടുന്ന് മാർക്കറ്റ് ഉണ്ടോ ഇവിടുന്ന് ഇത്ര അപ്സൈഡ് പോയി ഡൗൺ വന്നു, വീണ്ടും അപ്സൈഡ് കയറിയുണ്ടോ. എപ്പോഴൊക്കെ മാർക്കറ്റ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ ഇവിടെ തിരിച്ച് കയറിയിട്ടുണ്ടാവും. ഇതാണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട്. ഇത് എടുത്തിട്ടില്ല നിങ്ങൾക്ക് കുഴപ്പമില്ല, നെക്സ്റ്റ് ക്ലാസ് എടുത്ത് തരാം. ഇത് കണ്ടോ, ഇവിടെ ഉണ്ടോ, ഇത് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആയിരുന്നു അല്ലേ. ഇത് മുന്നേ വരച്ചാണ്. ഇത് കണ്ടോ 1, 2, 3 ഒരു സപ്പോർട്ട് വാലിഡ് ആണ്. മിനിമം 2 ടച്ച് വേണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ 2 ഇതുണ്ടോ 1, 2 വാലിഡ് ആയി അല്ലേ. 3, 4 ഇവിടെയൊക്കെ നമുക്ക് ട്രേഡ്സ് എടുക്കായിരുന്നു.
പക്ഷേ നിങ്ങൾ ഇനി ക്ലാസ്സുകൾ കഴിയുന്നതോറും ഒരിക്കലും ഇവിടെ ഇതിൽ ട്രേഡ്സ് എടുക്കില്ല കേട്ടോ. കാരണം അവിടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ പറയില്ലേ അവൻ കൊള്ളാം പക്ഷെ അവൻ ഇന്നതിന് പറ്റില്ല എന്ന് പറയില്ലേ, അതുപോലെ അവിടെ സപ്പോർട്ട് ഉണ്ട് പക്ഷെ ട്രേഡ് എടുക്കാൻ പറ്റില്ല. അത് വരും ക്ലാസ്സിൽ മനസ്സിലാവും എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന്. ഓക്കെ, അപ്പോൾ ഈ സപ്പോർട്ട് എന്നുവെച്ചാൽ അവിടെ സ്ട്രെങ്ത് കാണിക്കില്ല മാർക്കറ്റ്. സ്ട്രെങ്ത് പറയുന്നത് നമ്മളിപ്പോൾ ഒരാളുടെ ഒരു അപ്ഗ്രേഡ് പറയുമ്പോൾ ഇത് കണ്ടോ, ഇത് ഇവിടുന്ന് ആദ്യം മാർക്കറ്റ് ഇത്രയും ബൗൺസ് ചെയ്തു അല്ലേ, പിന്നെ മാർക്കറ്റ് സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യുന്നതോറും അതിന് ഹൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് നെഗറ്റീവ് സിമ്പിൾ എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് സിമ്പിളാണ്, ഒരിക്കലും നമ്മൾ ട്രേഡ്സ് എടുക്കില്ല അതിൽ. കാരണം ഒരു സപ്പോർട്ടിൽ സ്ട്രോങ് ആണ്, സപ്പോർട്ടിൽ നിന്നാണ് സ്ട്രോങ് ആയിട്ട് ഒരു ബൈ ബാക്ക് അല്ലെങ്കിൽ പുൾ ബാക്ക് എടുക്കുന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ പ്രൈസിനേക്കാളും മുകളിൽ പോകണം. അല്ലാത്ത പക്ഷെ അത് നെഗറ്റീവ് നടത്താം. ഇപ്പോൾ ഇത് ഓക്കെ അല്ലേ, ഇത് വേണം ഈ ഇവിടെ സപ്പോർട്ടായിരുന്നു, ആ സപ്പോർട്ടാണ് ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ക്ലിയർ അല്ലേ. ഗോൾഡിന് ചാർട്ടാണ് വരുന്നത്. ഗോൾഡ് പിന്നെ നോക്കണ്ട, ഗോൾഡ് പിന്നെ നമുക്ക് ഇത് ഇവിടുന്ന് ഇതിൽ ട്രേഡ് ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, ഇത് റെസിസ്റ്റൻസ് ആയിരുന്നു, ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു കാണുന്നത് അല്ലേ. മാർക്കറ്റ് ഇവിടുന്ന് താഴത്തേക്ക് വീണു, ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വീണു, ഇവിടുന്ന് വീണു അല്ലേ, വീണ്ടും അത് ബ്രേക്ക് ചെയ്തു. ഞാൻ അത് 2-3 ആഴ്ച മുന്നേ കൊടുത്ത ട്രേഡാണ്, അതിന് മുന്നേ കൊടുത്ത ട്രേഡാണിത്. ഇത് കണ്ടോ, ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട്. നമുക്കിത് പ്രൈസ് ആക്ഷൻ്റെ ചാർട്ട് പാറ്റേൺസിൽ പഠിക്കാണ്ട് ഈ പാറ്റേൺസ് പഠിക്കാണ്ട് ഇതിന് വിളിക്കുന്ന പേര് അസൈനിയൻ ട്രയാങ്കിൾ എന്നാണ്. പ്രൈസ് ആക്ഷൻ പറഞ്ഞ സ്ട്രാറ്റജി ഉണ്ട്, അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇത് കണ്ടോ. അപ്പോൾ ഇതിലെല്ലാത്തിനും നമുക്ക് എല്ലാത്തിനും മേജറായിട്ട് അറിയേണ്ടത് സപ്പോർട്ട് റെസിസ്റ്റൻസ് അറിഞ്ഞിരിക്കണം. അതില്ലാതെ നമുക്കൊരു വേറെ ഒരു ഇതില്ല. അനാലിസിന് എപ്പോഴും ഫസ്റ്റ് നിങ്ങളിനി ICT ആവട്ടെ, SMC ആവട്ടെ, പ്രൈസ് ആക്ഷൻ ആവട്ടെ, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് എന്ന് പറയുക, ചിലർ പറയും ഈ പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യില്ല, ICT കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്ന പറയുക. അപ്പോൾ ICT കോൺസെപ്റ്റ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരും പറയും സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയും. ചിലർ ICT തള്ളി പറഞ്ഞാൽ ചിലപ്പോൾ എലൂട്ട് വേവ് തിയറി പിടിക്കും, അതിലും ഉണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ്. എല്ലാത്തിനും സപ്പോർട്ട് റെസിസ്റ്റൻസ് മസ്റ്റാണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് വൈഡായിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് ChatGPT അല്ലെങ്കിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഉണ്ട് അതുപോലെ ഇത് കണ്ടോ, ഇത് 50 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം ആണ് അല്ലേ, 50 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം ആണ്. ഇത് കണ്ടോ, ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് അല്ലേ കാണുന്നത് അല്ലേ. ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പറഞ്ഞു മിനിമം 2 റെസിസ്റ്റൻസ് മതി പറഞ്ഞു അല്ലേ. ഇതൊക്കെ അല്ലേ, നല്ല അടിപൊളി സ്ട്രെങ്ത്തുള്ള ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. ആ ക്യാൻഡിലിന് പേരുണ്ട് ബുള്ളിഷ് മാർബിൾസ് എന്ന് പറയും. അതാണ് ക്യാൻഡിൽസിൻ്റെ സെക്ഷൻ്റെ അടുത്ത് ഒരു സ്ട്രക്ചർ എടുത്ത് തരാൻ. ഓക്കെ അല്ലേ. പിന്നത്തെ ഓക്കെ, ജെന്യൂൻ ആയിട്ട് എല്ലാവർക്കും റിവ്യൂ അറിയാം എന്താണ് ക്ലാസ്സിൻ്റെ അവസ്ഥ. സപ്പോർട്ട് റെസിസ്റ്റൻസ് ചെറിയ എന്തെങ്കിലും മനസ്സിലായോ? മൈക്കെല്ലാം ഓൺ ആക്കിയോട്ടോ. മനസ്സിലായില്ല. അതിന് ഫസ്റ്റ് ദിവസം നമ്മൾ വെറുതെ ഈ തിയറി പറയുമ്പോൾ ജസ്റ്റ് ഒരു ബോറിംഗ് ആയിരിക്കും എപ്പോഴും. പിന്നെ പ്രൂവ് ചെയ്തല്ലോ തലേ ദിവസം ബോറിംഗ് ആയിരുന്നു. ഇന്നാളെ ബ്രീഫ് ആയിട്ട് വരുന്നത് കുറച്ചും കൂടി ബോറിംഗ് എന്നല്ല ഉദ്ദേശിച്ച, ബോറിംഗ് അല്ല, കുറച്ചും കൂടി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി മുഴുകാൻ കഴിയുന്ന ബ്രീഫായിട്ട്. ഓക്കെ, ഞാനും ഒന്ന് എനിക്ക് എപ്പോഴും ഈ ക്ലാസ് എടുക്കുന്നതിന് ഉപരി എനിക്ക് ചാർട്ട് അനാലിസിസ് എനിക്ക് ഇഷ്ടം. ഞാൻ പറഞ്ഞു, ഞാൻ ബേസിക്കലി ഒരു പാഷൻ ട്രേഡർ അല്ലാതെ ടീച്ചറല്ല എനിക്ക്. അപ്പോൾ ഞാൻ മേലെ എത്തിപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ട്രേഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രാത്രി 3:30 ഇരുന്ന് ചാർട്ട് അയച്ചിട്ടും ആൾക്കാർ നിങ്ങൾക്ക് പ്രാന്താണ്, ഉറക്കൊന്നുമില്ല എങ്കിൽ ചോദിക്കും. നമുക്ക് അതെന്താ അറിയോ, അത് ഞങ്ങൾ ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഫ്രണ്ട്സിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അനാലിസിസ് ചെയ്തിടും രാത്രി ഇരുന്നിട്ട്. അപ്പോൾ നമ്മളും ഇടും. പിറ്റേ ദിവസം ഇതിൻ്റെ ഒരു ഇതുണ്ടാവും. എന്തൊക്കെയായാലും ഒരു എത്ര വലിയ ആളായാലും ഉള്ളിൽ ഒരു മത്സരം ഉണ്ടാവില്ലേ. നമ്മുടെ ട്രേഡ്സ് വിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതുണ്ടാവില്ലേ, നമുക്കൊരു ഒരു അഭിമാനം ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പരമാവധി റിസ്ക് എടുത്ത് നമ്മൾ ചാർട്ട് അനാലിസ് ചെയ്യും. പിന്നെ ചിലപ്പോൾ ഭയങ്കര വയ്യാണ്ടൊക്കെ ഉറക്കം ഇതില്ലാണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ അങ്ങനെ അധികം ഉറങ്ങാറില്ല. ഭയങ്കര എന്നെ കാണുന്ന ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറിന് ക്ലാസ് എടുത്തു. ഡോക്ടർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. പുള്ളി ചോദിച്ചു, മോനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു കാര്യം പറയാനാണ് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി ഉണ്ടോ ചോദിച്ചു. പുള്ളി ഇങ്ങോട്ട് ചോദിച്ചതാ. ആകെ നെഗറ്റീവായി പോയില്ലേ. നമുക്കറിയാം ഉണ്ട്, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഓൾറെഡി എനിക്കറിയാം. ഡോക്ടർ പറയുമ്പോൾ തീർന്നില്ലേ, പിറ്റേ ദിവസം ലാപ്പ് രാത്രി എടുക്കാറില്ല, നേരെ വന്ന് കിടന്നുറങ്ങും. പുള്ളി ഇത് ചോദിച്ചു. പുള്ളി പറഞ്ഞു എപ്പോഴും ഉറക്കാണ് ഏറ്റവും മസ്റ്റ്. അത് കഴിഞ്ഞ ബാക്കി എല്ലാം ഉണ്ട്, പൈസ ആവട്ടെ എല്ലാം അവിടെ അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് പൈസ കണ്ടിരിക്കുന്നതല്ല, നമ്മൾ വെറുതെ കുറേ സ്റ്റുഡൻസ് ഉണ്ട് ഒന്ന് ചെറിയ ആൾക്കാർ. അപ്പോൾ അതുപോലെ തന്നെ ഗൾഫിൽ നിന്ന് ജോബിന് ഈ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്ത കുറേ അത്യാവശ്യം 10-40 വയസ്സ് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ നമുക്ക് വിളിച്ചുകൊണ്ടിരിക്കും പാവങ്ങൾ. എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എനിക്ക് അവരിൽ കാണാൻ പറ്റും. എനിക്ക് ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് ഇതായിട്ടുള്ളതാണ്. നമുക്ക് പഠിച്ചോടൊന്നും വലിയ ഇത് കിട്ടിയിട്ടില്ല, ചെറിയ ഇഷ്യൂസൊക്കെ ആയി. ഏജ് ഉണ്ട് എനിക്ക് 25.
കഥ പറയുന്നത് നോക്കണ്ട, ഞാൻ 21 ഇറങ്ങിയത്, അതുകൊണ്ടാണ് ഇത്ര കഥ പറയുന്നത്. ഞാൻ ഇത് മുന്നേ ഞാൻ ട്രേഡിംഗ് പറഞ്ഞാൽ ഭയങ്കര പഠിക്കാൻ ആഗ്രഹിച്ച് നടന്നതാണ്. പിന്നെ അതിൽ എത്തിപ്പെട്ടു, ഒരു സുപ്രഭാതത്തിൽ എത്തിപ്പെട്ടാണ് ഇതിൽ. അത് കൊച്ചിയിലായിരുന്നു പെട്ടത് ഞാൻ. അപ്പം അതിൻ്റെ കുറേ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഓൾമോസ്റ്റ് പിന്നെ നമ്മൾ വീണാലോ നമ്മൾ എണീക്കുള്ളൂ അല്ലേ. അപ്പോഴൊക്കെ കുറേ റീൽസ് ഇൻസ്റ്റയിലും FB റീൽസ് കാണില്ലേ, വീണെടുക്കുമ്പോൾ സഹായത്തിന് ആരും വരും. ഞങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആയി പോയി. വേറെ ഞാൻ പറയട്ടെ, അങ്ങനെയല്ല, ഞാൻ എനിക്ക് പിന്നെ പറയാൻ പാടില്ല ഈ പ്ലാറ്റ്ഫോമിൽ പറയാണ്. ലേറ്റ് ആയാലും വേറെ കാര്യമുണ്ട്, നിങ്ങൾക്ക് വേണ്ട സാധനം നിങ്ങളുടെ അടുത്തുണ്ട്. എന്താ ഉദ്ദേശിച്ച് ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ. ചിലവർക്ക് ഉണ്ട്, ഇതെല്ലാം അറിയുണ്ടാവും, പക്ഷെ വേണ്ട സാധനം അവരുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ ഏതാണ്, രണ്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. മാർക്കറ്റ് എന്നും അവിടെ ഉണ്ട്. ചിലവരുണ്ട് ലോസ് വന്നാൽ പറയും നിങ്ങൾ മാർക്കറ്റിൻ്റെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. മാർക്കറ്റ് ഇന്നും അവിടെ നാളെ അവിടെ തന്നെ ഉണ്ട്. ഫൈറ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ, ക്യാപിറ്റൽ ഒറ്റ ദിവസം ഉണ്ടാവുള്ളൂ. ഈ ഒന്നും അറിയാതെ ട്രേഡ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു സിംഗിൾ ഡേ ഒക്കെ ഇപ്പോൾ പാലക്കാട് പുള്ളിയുണ്ട്. പുള്ളി എനിക്ക് എൻ്റെ പരിചയത്തിൽ ഒരു സർക്കിളിലെ പുള്ളിയാണ്. പുള്ളി CA-കാരനാണ് പുള്ളി. പക്ഷെ പുള്ളിയുടെ ഒരു ഡെഡിക്കേഷൻ, പുള്ളി ഒരു നമ്മളെ കഞ്ചാ നിർത്തി പോയിട്ട് മിക്കവാറും 30 ലക്ഷം പുള്ളിക്ക് ലോസ് ഉണ്ട്. പുള്ളിക്ക് ലോസ് വരുത്തിയിട്ടുണ്ട്. ഫോറക്സിലല്ല, വേറെ ഇതിലാണ്. പുള്ളി ഇപ്പോഴും പുള്ളി പറഞ്ഞല്ലോ, അത്രയും ഒരു സാധനം കൊണ്ടുപോയിട്ട് ഇതിൽ എന്തോ ഉണ്ട് പുള്ളി പഠിക്കാറില്ല. പുള്ളി എല്ലാം ബോംബെ, എറണാകുളം, തൃശ്ശൂർ എല്ലായിടത്തും ക്ലാസ്സിന് പോകും പുള്ളി. എന്ത് പറഞ്ഞു കേട്ടോ, അതിൽ ഞങ്ങൾ അവരെന്ത് പുള്ളി വെറുതെ ഗൂഗിൾ മീറ്റ് ഇരിക്കും, വെറുതെ സംസാരിച്ചിരിക്കാതെ പറഞ്ഞിട്ടൊക്കെ. അത്യാവശ്യം നല്ലൊരു മനുഷ്യനെ പുള്ളി. പിന്നെ എന്റെ മകന്റെ ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, അവനിപ്പം 85 ലക്ഷം ഉണ്ടാക്കിയവൻ. എവിടെന്ന് ട്രേഡ് ചെയ്യുന്നോ? ഫോറക്സ് എന്ത് മാർക്കറ്റ്? ഫോറക്സ്. സാറിന് മോന്റെ ഏജ്, സാറിന് മോന്റെ ഏജ് 10ാം ക്ലാസ്സില്. ഒരിക്കലും ഇല്ല സാറേ, അത് 80. അല്ല, ഇവൻ കാണിച്ചു കൊടുത്തു, ഇവന് മകന് കാണിച്ചു കൊടുത്തു. ഡെമോ അക്കൗണ്ട് ആയിരിക്കും. ഡെമോ അല്ല, ഇവന്റെ അക്കൗണ്ടിൽ 85 ലക്ഷം ആണെങ്കിൽ ഇപ്പൊ അവന് പക്ഷെ ഇവനിപ്പോ എടുക്കാൻ കഴിയണമെങ്കിൽ അത് പിന്നെ ഇപ്പൊ മൈനർ ആയതുകൊണ്ട് പൈസ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നു. ഒരിക്കലല്ല, ഞാൻ കാര്യം പറയട്ടെ സാർ. അന്ന് അല്ലല്ലോ, അന്ന് അത് പോസിബിൾ അല്ല. 85 ലാക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അത് ട്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും ഇതിന് യോജിപ്പുണ്ടോ? ഞാൻ ഒരിക്കലും യോജിക്കില്ല. കാരണം എന്താ അറിയോ, അല്ല എനിക്കറിയില്ല എന്നോട് ഇവൻ പറഞ്ഞതാണ്. ഒന്നല്ലെങ്കിൽ അത് ഡെമോ അക്കൗണ്ട് ആയിരിക്കും. അല്ല, അവനിപ്പോ വിഡ്രോ ചെയ്യാൻ കഴിയും, 18 വയസ്സാണെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ടോ എനിക്ക്. ഇപ്പൊ ഞാൻ ഒരു മുന്നത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ആലപ്പുഴക്കാരൻ പരിചയപ്പെട്ട കഥ പറഞ്ഞുതരാം. അയാളൊക്കെ നമ്മൾ പുള്ളീനെ നമ്മൾ ഒന്നും നോക്കാതെ പുള്ളീനെ മന്ദബുദ്ധി എന്ന് വിളിക്കുക. കാരണം എന്താ അറിയോ, പുള്ളി ഏതൊരു അക്കൗണ്ട് ട്രേഡ് ചെയ്തിട്ട് എത്ര ലക്ഷങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി പുള്ളി വിഡ്രോ ചെയ്യാൻ നോക്കുന്ന സമയത്ത് പുള്ളി ഇത്രയും വലിയ എമൗണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം എത്ര എമൗണ്ട് ബാങ്കിൽ കെട്ടി വെക്കണം പറഞ്ഞു. ആ ബാങ്കിൽ കെട്ടി വെക്കുമ്പോൾ പുള്ളി ബാങ്കിൽ കൊണ്ടുപോയി കെട്ടുമ്പോൾ പുള്ളി അവർ പറയുന്നത്, ആ ടീം പറയുന്നത് ഫോറക്സ് ഇവിടെ ഇല്ലീഗലാണ്, അതുകൊണ്ട് ബാങ്കിൽ കെട്ടാൻ പറ്റില്ല, നിങ്ങളൊരു ഇന്ന ടീമിലേക്ക് അയച്ചു കൊടുത്താൽ മതി പറയും. തൃശ്ശൂർ ബേസ് ആണ്. 15-16 ലക്ഷം അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 40 ലക്ഷം പോയി. 40 ലക്ഷം പുള്ളിക്കാരൻ പോയിട്ടുണ്ട്. പുള്ളി എന്ത് വിളിച്ചിട്ട് ഓരോ കഥ പറഞ്ഞു. ലാസ്റ്റ് എനിക്ക് ഞങ്ങൾ ഒരു 1-2 മണിക്കൂറിന് ശേഷം പുള്ളി എല്ലാ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ പറ്റിക്കോട്ട് മനസ്സിലായത്. കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. എനിക്ക് പുള്ളിനെ മീറ്റ് ചെയ്ത് പുള്ളിയെ പരിചയപ്പെട്ട കൊള്ളാന്നുണ്ട്. ഞാൻ അവന്റെ നമ്പർ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, എന്നാലും പറയാം. എന്താ അറിയോ, നമുക്കത് അതറിയണം. അത് ഭയങ്കര അത്ഭുതമാണ്. വെച്ചാൽ 80 ആ പ്രായത്തിൽ ഉണ്ടാകാൻ അതും അവനായിട്ട് ഫേമസ് ആക്കേണ്ട ആവശ്യമില്ല. അവൻ ആൾക്കാർ തേടി പിടിച്ച് വരും. ഞാൻ നമ്പർ മാറ്റിയിട്ടുണ്ട്. അത് വലിയ പോരാ. തിരുവനന്തപുരത്തുകാരനാണ്. അപ്പൊ അവന്റെ അമ്മ ഇവിടെ വർക്ക് ചെയ്യാൻ തോന്നുന്നു. അടിപൊളി. പിന്നെ കോഴിക്കോട് വർക്ക് ചെയ്യാം. ക്യാപിറ്റൽ എത്ര വരുന്നത് ഒന്നും അറിയില്ല. ഞാൻ ഡയറക്റ്റ് നിങ്ങൾ സംസാരിക്കാം. നമുക്ക് നമ്പർ ഞാൻ ഇപ്പൊ ഈ 85 ലാക്ക് ഉണ്ടാക്കണില്ലേ, ക്യാപിറ്റൽ എത്ര വേണം അറിയോ? ഇവന് അതിനുശേഷം ഇവൻ എന്നോട് വിളിച്ചു പറഞ്ഞു, ഞാനിതിലേക്ക് നീ ഇറങ്ങേ വേണ്ട, നീ ഇപ്പൊ ഇറങ്ങണ്ട. അങ്ങനെ പല ആൾക്കാരുണ്ടാവും. നമുക്ക് ബാക്കിയുള്ള അതത്രേ ഉള്ളൂ. അത് സാർ പറഞ്ഞ കറക്റ്റാണ്. അത്രേ ഉള്ളൂ. അതിൽ വേറെ വർത്താനൊന്നുമില്ല. സാർ പറഞ്ഞ കറക്റ്റാണിത്. അവരവര് നോക്കിട്ട് കാര്യമില്ല. ഇവനിതൊക്കെ കാണുമ്പോ ഭയങ്കര താല്പര്യമായിട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ അതൊക്കെ നമുക്ക് പിന്നെ പഠിച്ചിട്ട് നോക്കാം. ഞാൻ തൽക്കാലം പഠിക്കട്ടെ, വേണമെങ്കിൽ നമുക്ക് നോക്കാന്ന് പറഞ്ഞ ഒഴിവാക്കി വെച്ചതാ. അല്ല, എപ്പോഴും നിങ്ങളുടെ പിള്ളേരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇപ്പോ എന്റെ സ്കൂൾ ലൈഫിൽ പറഞ്ഞാൽ ഒരാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് അറിയത്തില്ല. ഇൻവെസ്റ്റ്മെന്റ് ഉപകാരം എന്താണെന്ന് ഒരാൾക്കറിയില്ല. ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ ഏഷ്യർ മോട്ടോഴ്സ് ഇറങ്ങുമ്പോൾ അതിന്റെ വില കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് കത്തും. അതിന് 9 രൂപ 27 രൂപ ഉണ്ടായിരുന്നുള്ളൂ.
എന്നുവെച്ചാൽ ബുള്ളറ്റ് ഇറങ്ങുമ്പോൾ ബുള്ളറ്റിന് 60,000 രൂപ, അന്ന് അതിൻ്റെ വില 27 രൂപ. ഏഷ്യർ മോട്ടോഴ്സിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ വില ഏഷ്യർ, ഇന്ന് അതിൻ്റെ വില 5,000-6,000 വില, ഒരു സ്റ്റോക്കിൻ്റെ വില. അതെല്ലാം ഞാൻ ട്രേഡിങ് ഇറങ്ങുമ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ വില 450 രൂപ ഉള്ളൂ, ഒരു ഹാഫ് മന്തിയുടെ പൈസ. ഇന്ന് അതിൻ്റെ ശേഷം 1,300 ടച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ വീണ്ടും 400-500 ട്രേഡ് ചെയ്യുന്നത്. ആ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആയതാട്ടോ, സ്റ്റോക്ക് സ്പ്ലിറ്റ് ആയിട്ടാണ് ഇത്രയും ചെറിയ വിലയ്ക്ക് ട്രേഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അത്രയുണ്ട്. നമ്മുടെ ഒരു സ്കൂൾ ഇതിലും ഇൻവെസ്റ്റ്മെന്റ് കുറിച്ച് പറയുന്നില്ല. എന്റെ ഒരു 3-4 ഫ്രണ്ട്സ് ട്രേഡിങ് നടത്തുന്നുണ്ട് ഇപ്പോൾ. അതില് ഫോറക്സ് മാർക്കറ്റിൽ ചെയ്യുന്ന 2 ആളുണ്ട്, മറ്റേ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്ന ഓൾറെഡി ഷെയർ വാങ്ങിയിട്ട ആളുകളുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് ബെറ്റർ ആണ്. അതിൽ അത് ഒരു പിന്നെ ഭാരത് പെട്രോളിയം ബാക്കിയുള്ള അങ്ങനത്തെ പല സാധനം അവർ വാങ്ങിയിട്ടുണ്ട്. എപ്പോഴും നമ്മളൊരു 10 ലക്ഷം ആൾ വെച്ചാൽ എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് പല സെക്ടർ പല സ്റ്റോക്സ് പഠിച്ചത്. ഒരിക്കലും ഒറ്റ സ്റ്റോക്കിൽ ബ്ലൈൻഡ്ലി ഇൻവെസ്റ്റ് ചെയ്യില്ലാരും. ഒരു സ്റ്റോക്ക് അല്ല ചെയ്തത്, അത് വേറെ വേറെ. ഇപ്പൊ ഞാനും സിംഗ് ട്രേഡ് അങ്ങനെ ചെയ്യാറ്. നമ്മൾ പല സ്റ്റോക്സ് നോക്കിയിട്ട് ഞാൻ സിംഗ് ട്രേഡ് ഫോക്കസ് ചെയ്യില്ല, ലോങ് ടൈം അധികം മേടിച്ചിട്ടില്ല. ഞാൻ IRFC എനിക്ക് ഇന്ത്യ റെയിൽവേ നോക്കി കൊള്ളാമെന്നുണ്ട്. ഇന്ത്യ റെയിൽവേക്ക് ഇപ്പോഴും ഒരു കാര്യമായ ഭൂമി ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഇലക്ഷന് ശേഷം അല്ല ലോക്സഭ ഇലക്ഷൻ ഉണ്ടല്ലോ മുന്നത്തെ, കഴിഞ്ഞ കൊല്ലല്ല തൊട്ട് മുന്നത്തെ, അതിന് ശേഷം വലിയ കാര്യമായിട്ട് ഭൂമിങ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അപ്കമിങ് ഏതെങ്കിലും മന്തിൽ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ വരും ബഡ്ജറ്റിൽ ഉണ്ടായേക്കാം, ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് അന്ന് 200 രൂപയിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 100 കാരണം ഒരു ഡിമാൻഡ് പ്രൈസിന്റെ ഡിസ്കൗണ്ട് പ്രൈസാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ മേടിക്കാൻ ആരും പ്ലാൻ ചെയ്യരുത്. കയറിക്കൊണ്ടിരിക്കുമ്പോൾ അത് എക്സിറ്റിനെ കുറിച്ച് ആലോചിക്കേണ്ടത്, ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് മേടിക്കാൻ പ്ലാൻ ചെയ്യേണ്ടത്. ശരിക്കും അതിന്റെ തീരെ എങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ക്ലാസ് ഓക്കെ അല്ലേ? ഇനി പെട്ടെന്നാ ഓക്കെ. ജയൻ സാർ ഓക്കെ അല്ലേ? ഞാൻ നമ്പർ നമുക്കറിയാലോ എന്താ അവസ്ഥ അറിയാലോ അല്ലേ? ഓക്കെ ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക്സ്.